ദോശ നല്ല ദോശ, കരമുറുത്ത ദോശ, അരച്ച മാവും പുളിച്ച മാവും കലക്കി ചുട്ട ദോശ. അമ്മക്കൊരു ദോശ, അപ്പക്കൊരു ദോശ, എനിക്കുമുണ്ട് ദോശ, ഹൈ ദോശ നല്ല ദോശ. എന്റെ പാട്ട് പോലെ തന്നെ അതെവിടെ നല്ല ദോശയുടെ മണം വരുന്നത്? ഇനി ഇന്ന് പിങ്കിമോളുടെ വീട്ടിൽ ദോശയാണോ? കമലമ്മ പോയി സോപ്പിട്ട് 2 ദോശ കഴിച്ചാലോ? നാശം, ദോശയുടെ മണം കേൾക്കുമ്പോഴത്തേക്കും ഈ വയറ്റിൽ നിന്ന് ഒരു കുളുകുളൂന്നുള്ള ശബ്ദമാണ്. അപ്പോഴത്തേക്കും എവിടുന്നായില്ലാത്തൊരു വിശപ്പും. അടങ്ങി നിൽക്കടാ വയറേ, അടുക്കളയിൽ ചെന്ന് നോക്കട്ടെ, എന്നിട്ട് വല്ലതും കിട്ടുമെന്ന് നോക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഉമ്മച്ചി പറഞ്ഞിട്ടില്ലേ ഇവിടെ നിന്നും ഒന്നും കഴിക്കരുതെന്ന്. ഇനി ഇവരെങ്ങാനും ഞാൻ ഇവിടെ നിന്നും ദോശ കഴിച്ചാൽ അത് ഉമ്മച്ചിയോട് പറഞ്ഞെടുക്കോ? എന്താണെങ്കിലും അടുക്കളയിൽ ചെന്ന് നോക്കാം. അവിടെ ചെന്നാൽ എന്തായാലും കമലമ്മ ദോശ ചുടുമ്പോൾ എടാ ഉസ്മാനെ കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. അപ്പ 2 ദോശ കഴിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെന്തായാലും ഉമ്മച്ചിയോട് പറഞ്ഞെടുക്കില്ലല്ലോ. ഇങ്ങനെയുണ്ട് ബുദ്ധി. ദോശ നല്ല ദോശ, കലക്കി ചുട്ടേ ദോശ, അരച്ച മാവും പുളിച്ച മാവും കലക്കി ചുട്ടേ ദോശ, ദോശ നല്ല ദോശ. അപ്പൊ എന്റെ ഊഹം ശരി തന്നെ, ഇന്നിവിടെ ദോശയാണ്. കമലമ്മ, പിങ്കി മോളില്ലേ ഇവിടെ? അല്ല, ആരിത്? ഉസ്മാനോ? അല്ല, നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? എത്ര ദിവസമായിട്ട് നിന്നെ കണ്ടിട്ട്? ഇങ്ങോട്ടൊന്നും ഇപ്പൊ വരാറേ ഇല്ലല്ലോ. അതെ, നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, അതാണ് ഇങ്ങോട്ടൊന്നും വരാത്തത്. അത് നന്നായി. എക്സാം ഒക്കെ അല്ലേ വരുന്നത്. നല്ലവണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇവിടെ ഉണ്ട് ഒരാള്, പുസ്തകം എന്ന കൈകൊണ്ട് പോലും തൊടില്ല. ഇനിയിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പേപ്പർ കിട്ടിയാൽ അറിയാം എത്ര മുട്ട വിരിയിക്കാനുണ്ടെന്ന്. തമാശയൊന്നല്ല, ഞാൻ കാര്യാ പറയണത്. ഞാനും നിന്റെ ഉമ്മച്ചിയും സുമയൊക്കെ കൂടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം എങ്ങാൻ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലേ 3 പേരെയും കൊണ്ടുപോയി ബോർഡിങ്ങിൽ ചേർക്കാൻ. അതെ അതെ, ബോർഡിങ്ങിൽ തന്നെ. അവൾ അകത്തുണ്ടല്ലോ, നീ കണ്ടില്ലേ? ഇല്ല, നമ്മൾ അവളെ കണ്ടില്ല, ദോശയെ കണ്ടുള്ളൂ. എന്ത്? അയ്യോ, പണി പാളിയോ? ഒന്നുമില്ല, നമ്മളെ ഇന്ന് ദോശ ചുടുന്നത് മാത്രമേ കണ്ടുള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെ. നീ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത്? നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചു. എന്താ കഴിച്ചത്? ഉപ്പുമാവ്. ഓഹോ, ഉപ്മാവാണോ കഴിച്ചത്? എടാ, ഇവിടെ നല്ല ദോശയും ചട്ടിനിയുണ്ട്, അത് കഴിക്കുന്നോ നീ? വേഗം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ദോശ കണ്ടു വന്നതാണെന്ന് വിചാരിക്കും. വേണ്ട വേണ്ട എന്ന് പറയാം, അപ്പൊ എന്തായാലും എന്നെ നിർബന്ധിക്കും. എടാ ഉസ്മാനെ, നീ എന്താണ് ആലോചിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല കമലമ്മ. നിന്നോടാ ഞാൻ ചോദിച്ചത്, നീ ദോശ കഴിക്കുന്നോ എന്ന്. വേണ്ട, എന്റെ വയറ് ഫുള്ളാണ്. ഞാൻ കുറേ ഉപ്മാവ് കഴിച്ചു, എനിക്ക് ദോശ വേണ്ട. എടാ, നല്ല ചട്നിയും സാമ്പാറുണ്ട്, അതും കൂട്ടി കഴിച്ചോ. പിങ്കി മോളെ വിളിച്ചോ, 2 പേരും ഒരുമിച്ച് കഴിച്ചു. എന്നിട്ട് വേണ്ടാന്നേ, എനിക്ക് വേണ്ടാന്നേ. വേണമെങ്കിൽ ഞാൻ പറയില്ലേ, എനിക്കിപ്പോ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. എടി പിങ്കി മോളെ, നീ ഇങ്ങോട്ട് വാ, ഒന്ന് വേഗം വാന്നേ. എന്താ മമ്മി, എന്നെ വിളിച്ചോ? ആരിത്? ഉസുവോ? നീ എന്താ ഇവിടെ? ഉസുവല്ല, പുസു പുസു. ഡീ പൊട്ടക്കണ്ണി, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടില്ലേ എന്നെ ഉസു 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 എന്ന് വിളിക്കരുതെന്ന്? എനിക്ക് മര്യാദയ്ക്കൊരു പേരുണ്ട്, ഉസുമാൻ. ഒരു വലിയ മാൻ വന്നിരിക്കുന്നു, അത് മിണ്ടാതെ പോടാ. നീ എപ്പോഴാ വന്നത്? നമ്മളിപ്പോ വന്നേ ഉള്ളൂ. മമ്മി എന്തിനാ എന്നെ വിളിച്ചത്? അതോ, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, നിങ്ങൾ 2 പേരും കൂടി ഇവിടെ ഇരുന്ന് ദോശ കഴിച്ചോ, അതിനാ ഞാൻ നിന്നെ വിളിച്ചത്. ദോശയോ? എനിക്ക് വേണ്ട. വേണം, നിനക്ക് ദോശ വേണം. എടാ, എനിക്ക് ദോശ വേണമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ കമലമ്മ പറഞ്ഞു നീ ഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ദോശ വേണമെന്ന്. എടാ കൊതിയാ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ നിനക്ക് ദോശ വേണമല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നെ നിർബന്ധിക്കുന്നത്? ഒന്ന് പോടി അവിടുന്ന്, നമുക്കൊന്നും ദോശ വേണ്ട, നമ്മളെ വയറ് നിറച്ചു ഉപ്മാവും കഴിച്ചിട്ടാ വന്നത്. അപ്പൊ നിനക്ക് ദോശ വേണ്ടല്ലോ? വേണ്ടല്ലോ, വേഗം പറഞ്ഞോ, നിനക്ക് വേണോ വേണ്ടേന്ന്? അത് പിന്നെ നമുക്ക് വേണ്ട. ഉറപ്പാണല്ലോ? ഞാൻ
ഞാനിപ്പോ നല്ല ചൂട് ദോശയും ചട്ടനിയും സാമ്പാറും കൂട്ടി കഴിക്കും. അപ്പൊ നിനക്ക് വേണ്ടല്ലോ? വേണ്ട വേണ്ട വേണ്ട, നമുക്ക് ദോശ വേണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. മമ്മി, നല്ല ചൂട് ദോശയല്ലേ? ആ പ്ലേറ്റിൽ ഇത്തിരി ദോശയും സാമ്പാറും ചട്ടനിയും എനിക്ക് മാത്രം തന്നെ. ഷോ, പണി പാളിയോ? ഇനി നമുക്ക് ദോശ കിട്ടില്ലേ? മമ്മി മമ്മി എന്താ വായി പൊളിച്ച് നിൽക്കണത്? ദോശ താ. ദാ ദോശ, നിനക്ക് ഞാൻ പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാ, എങ്കിൽ ഇങ്ങോട്ട് താ. നല്ല മണമുണ്ട്. ഹോ, നല്ല ചൂട് ദോശയാണ്. സാമ്പാറും കൂട്ടി കഴിക്കാൻ നല്ല രുചിയുണ്ടാകും. ഓ ഓ, ചൂട് ദോശയാണോ? സാമ്പാറും കൂട്ടി കഴിക്കാൻ നല്ല രുചിയുണ്ടാവോ? എങ്കിലൊരു കാര്യം ചെയ്യ് കമലമ്മ, എനിക്കും കൂടെ ഒരു പ്ലേറ്റ് ഇട്ടാ. നിങ്ങൾ ഇത്രയും നിർബന്ധിച്ചതല്ലേ, കുറച്ച് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാവില്ലേ? ഹേയ് വേണ്ടടാ, നിനക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട, ഇത് ഞാൻ കഴിച്ചോളാം. അല്ല, ഞാൻ എവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോയാൽ കമലമ്മക്ക് വിഷമമാവും. എടാ കൊതിയ, നിന്നെ എനിക്കറിയില്ലേ. നീ ഇവിടെ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോ, നിനക്ക് വേണ്ട ദോശ തിന്നോ. അവന്റെ ഒരു ജാടയിടല്. നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ, ചെറുതിലേ കാണുന്നതല്ലേ. ഒരു ദോശ കൊതിയൻ വന്നിരിക്കുന്നു. അപ്പൊ ഞമ്മക്കും ദോശ ഉണ്ടല്ലേ? പിന്നല്ലാതെ, രണ്ടുപേരും അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ഇനിയും ദോശ ചുട്ടു കൊണ്ടുതരാം. വാടി പിങ്കി മോളെ, നമുക്ക് അപ്പുറത്ത് പോയിട്ട് കഴിക്കാം. എന്നാൽ നടക്കട ദോശ കൊതിയ. ദോശ നല്ല ദോശ, കലക്കിച്ചിട്ടേ ദോശ, അരച്ച മാവ് പുളിച്ച മാവും കലക്കിച്ചിട്ടേ ദോശ. നാശം, ഈ പൈപ്പ് ഇതുവരെ റെഡിയായില്ലല്ലോ. എത്ര ദിവസം എന്ന് വെച്ചിട്ടാ പുറത്തു നിന്ന് വെള്ളം കോരി വന്നിട്ട് കഴുകുക. പണിയെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് മനുഷ്യന്റെ ഓപ്രാസിറ്റി ഇളകി. ആ കമലേ, ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടോ. കഴിക്കാൻ വല്ലതും ഉണ്ടോ ഇവിടെ? ഉണ്ട. കോട്ടും സൂട്ടും ഇട്ട് എപ്പോഴും കെട്ടിയൊരുങ്ങി പോയാൽ മതിയല്ലോ നിങ്ങൾക്ക്. ദേ മനുഷ്യ, എത്ര ദിവസമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പൈപ്പ് ഒന്ന് ശരിയാക്കി തരാൻ. 3 നേരം വെച്ച് വിളമ്പണമെങ്കിലേ അതിന് വെള്ളം വേണം. അത് നിങ്ങൾക്കറിയില്ലേ? അറിയാം. ഓഹോ, അറിയാമല്ലേ, എന്നിട്ടാണല്ലേ പൈപ്പ് റെഡിയാക്കി തരാത്തത്. ഓ എന്റെ കമലേ, ഒരു വൈക്കോട്ട് ഇറങ്ങുമ്പോൾ നിന്റെ ഈ പരാതിയും കൊണ്ട് വരല്ലേ നീ? എന്നാ ഒരു കാര്യം ചെയ്യാം, 3 നേരം ഭക്ഷണം നമുക്ക് പുറത്തു നിന്ന് വാങ്ങി കഴിക്കാം. എനിക്കെങ്ങും വയ്യ കോരി കൊണ്ടുവന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ. ഇപ്പം വരും ഓരോരുത്തരായിട്ട്, ഇന്നെന്താ ഫുഡ് എന്ന് ചോദിച്ചിട്ട്. നിങ്ങൾക്കിതൊന്നും അറിയണ്ടല്ലോ. ദേ മനുഷ്യ, ഞാൻ മര്യാദയ്ക്ക് പറയാ, വൈകുന്നേരം ഒരു പ്ലംബറെ കൂട്ടി വന്നിട്ട് ഈ പൈപ്പ് ശരിയാക്കി തന്നോ, അല്ലെങ്കിൽ ഞാൻ ഈ അടുക്കള പൂട്ടി സമരം ചെയ്യും. അതുമല്ലെങ്കിൽ ഞാൻ കെട്ടും വട്ടിയും എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോകും. അതാ നിനക്ക് നല്ലത്. എന്തോന്നേ? അയ്യോ, ഒന്നും പറഞ്ഞില്ലേ, ഞാൻ പോവുകയാണെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? ഹോ, വേണ്ട വേണ്ട, വയറ് നിറഞ്ഞു. ഇതിലും വേദം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാ. അപ്പൊ നിങ്ങൾ ഈ പൈപ്പ് ശരിയാക്കി തരുന്നില്ലേ? എന്റെ പൊന്നു കമലേ, ഞാൻ ആ പ്ലംബറോടൊന്ന് വരാൻ പറയാം, അവൻ വന്നിട്ട് വൈകുന്നേരം ശരിയാക്കി തന്നോളാം. അതുവരെ നീ ഒന്ന് സമാധാനമായിരിക്കേ. ഇന്നൊരു ദിവസം കൂടെ നീ എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഇന്നൊരു ദിവസം കൂടെ മാത്രം ഞാൻ ക്ഷമിക്കും. അതുമല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. മടുത്തു എനിക്ക്. എന്റെ പൊന്നോ, ചെയ്യാമേ. എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്ത് നിന്ന് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ. എന്നോട് വഴക്കിട്ട് പോയെന്ന പേരിൽ നിങ്ങൾക്ക് ആ തട്ടുകടയിൽ കയറി നല്ലോണം കഴിക്കാമല്ലോ. എൻ്റെ വിധി, അല്ലാണ്ട് എന്ത് പറയാനാ. ഈ വീട്ടുജോലികളൊക്കെ ചെയ്ത് ഇവിടെ ഇരിക്കാനാവും എനിക്ക് വിധിച്ചത്. ഞാനും നല്ല മാർക്കോടൊക്കെ തന്നെയാണ് പാസ്സായത്. അക്കൗണ്ടിങ്ങും കഴിഞ്ഞതാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, എന്നെ ജോലിക്ക് വിട്ടില്ലല്ലോ. ഇപ്പം ഇവിടെ നിന്നും ഈ പാത്രവും കഴുകി ജീവിക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ ഞാനും ആ സുമയെ പോലെ ഓഫീസിലൊക്കെ പോകേണ്ടതായിരുന്നു. മമ്മി, എന്റെ മമ്മി എന്താ രാവിലെ തന്നെ ബെളവിറക്കണത്? അച്ചച്ചോ, മമ്മിക്ക് എന്ത് പറ്റി? മമ്മിയുടെ മുഖത്തെന്താ ഒരു മ്ലാനത? ഒന്നും പറയണ്ട മോളെ, ഞാൻ എൻ്റെ അവസ്ഥയെ പറ്റി ഓർക്കുകയായിരുന്നു. മമ്മിയുടെ അവസ്ഥയോ? മമ്മിക്ക് എന്താ അവസ്ഥ? മമ്മിക്ക് ഇവിടെ സുഖമല്ലേ? പിന്നെ സുഖം കൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ മമ്മിയുടെ പ്രശ്നം? പറ, ഞാനൊന്ന് കേൾക്കട്ടെ. ഒന്നുമില്ല പൊന്നോ, ഈ വീട്ടുജോലി തന്നെയാണ് എൻ്റെ പ്രശ്നം. ഇപ്പം വിചാരിക്കാം എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്ന്. അത് ഞാൻ മമ്മിയോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എന്റെ കൂട്ടുകാരികളുടെ അമ്മമാരുണ്ടല്ലോ, അവരൊക്കെ എന്തോ ജോലികളാ ചെയ്യുന്നത്. ഒരാൾ അക്കൗണ്ടന്റ് ആണ്, ഒരാൾ ടീച്ചറാണ്, ഒരാൾ ഓഫീസിൽ വർക്ക് ചെയ്യാണ്.
എന്നോടും എല്ലാരും ചോദിക്കും നിന്റെ മമ്മിക്ക് എന്താ ജോലിയെന്ന്. അപ്പൊ സത്യം പറയാൻ എനിക്ക് ഷെയിം കേടാണ് മമ്മിക്ക് ഒരു ജോലിയും ഇല്ല എന്ന് പറയാൻ. മമ്മിക്കും എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? വെറുതെ ഇവിടെ നിന്നും വീട്ടു ജോലിയും ചെയ്തിങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, പക്ഷെ ഇപ്പൊ ഇനി എനിക്ക് എന്ത് ജോലി കിട്ടാനാ? അതും ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലിയാ ഉള്ളത്? നിനക്കെന്തെങ്കിലും ജോലിയെ പറ്റി ഐഡിയ ഉണ്ടോ? അങ്ങനെയെങ്കിലും എനിക്ക് പറഞ്ഞതാ, ഞാനത് ചെയ്യാം. മമ്മിക്ക് കുറെ ചേഞ്ച് ഓവറാണ്. ഒരു കണക്കിന് മമ്മിക്ക് ഇവിടുത്തെ വീട്ടു ജോലികൾ തന്നെയാ നല്ലത്. ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയ ജോലി അത് തന്നെയാണ്, വീട്ടു ജോലി. ഇവിടെയൊക്കെ തൂത്തു വാരുക, പാത്രം കഴുകുക, മുറ്റം അടിച്ചു വാരുക, അങ്ങനെ എന്തോരം ജോലികളുണ്ട്. നിർത്തടി അവളുടെ ഇളി. വല്ല കാര്യമായി പോയി അവളുടെ 32 പല്ലും കാട്ടിയുള്ള ഇളി. നോക്കിക്കോ, എന്തെങ്കിലും ഒരു ജോലി ഞാൻ ചെയ്യാതിരിക്കില്ല. മമ്മിയൊക്കെ ഇപ്പൊ തള്ള വൈബിലാണുള്ളത്. വൈബൊക്കെ മാറ്റി മമ്മി. മമ്മിയുടെ കോലം കണ്ടാൽ തന്നെ ആരാ മമ്മിക്ക് ഒരു ജോലി തരിക? അതൊക്കെ അപ്പത്തെ സുമയാണ്ടി, എന്താ ഒരു ലുക്ക്. ഡി പേക്രാച്ചി, നിന്നോടാ നിർത്താൻ പറഞ്ഞത്. അധികം മുന്നിൽ നിൽക്കാൻ നിന്നാലേ നിന്റെ 32 പല്ല് ഞാൻ കൊയിച്ചിടും. പോടി അവിടുന്ന്. നീ നിൽക്കാണ്ട് കയറി പോടി അകത്തേക്ക്. എന്റെ അമ്മോ, ഈ മമ്മിക്ക് ഇതെന്ത് പറ്റി? രാവിലെ തന്നെ നല്ല ചൂടിലാണുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കാം, അല്ലെങ്കിൽ പണി പാളും. നോക്കിക്കോ, എന്തായാലും ഞാനൊരു ജോലി സംഘടിപ്പിക്കും. ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ചിട്ട് വേണ്ടിയില്ല, ഒരു ജോലി എന്തായാലും എനിക്ക് വേണം. അതാണ് ഇനി എൻ്റെ ലക്ഷ്യം. അതിനിപ്പോൾ എന്താ ചെയ്യാ? ഒരു ഐഡിയ ഉണ്ട്, അതുപോലെ ചെയ്യാം. ഒരു ജോലി കിട്ടിയിട്ട് വേണം ഇരുത്തിങ്ങളുടെയൊക്കെ മുന്നിൽ തല നിവർന്നൊന്ന് നിൽക്കാൻ. തള്ള വൈബാണ് പോലും, തള്ള വൈബ്. കാണിച്ചു തരാം ഞാൻ തള്ള വൈബ് എന്താണെന്ന്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്ന് ചിന്തിച്ച് മനുഷ്യന്റെ തല പെരുകി. നാശം, ഇവിടെ ആണെങ്കിൽ ഒരു കുന്തവും ഉണ്ടാവില്ല. അതെങ്ങനെയാ? 3 എണ്ണം ഉണ്ട് ഇവിടെ. ഓരോരുത്തർക്കും ഓരോ ഐറ്റം. ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് ദോശ, ഒരാൾക്ക് അട. ഇതൊക്കെ ഉണ്ടാക്കി എനിക്ക് മടുത്തു. എന്റെ ദൈവമേ, ഇന്ന് എന്തുണ്ടാക്കും ഞാൻ? ഒരൊറ്റ ഒന്നിനും പുട്ട് പറ്റില്ല. പുട്ടാണെങ്കിൽ വേഗം പണി കഴിയുമായിരുന്നു. അമ്മ, ഞാൻ വന്നേ. കൊച്ചു തമ്പുരാട്ടി എഴുന്നല്ലോ. ഇന്ന് എന്താണ് കഴിക്കാനുള്ളത് അമ്മ? തമ്പുരാട്ടിമാർക്കേ, ഞാൻ രാവിലെ തന്നെ കഴിക്കാൻ നല്ല നൂഡിൽസും ചിക്കൻ ബിരിയാണിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പുട്ടായിരിക്കും. അല്ലാതെ ഇവിടെ വേറൊന്നും ഉണ്ടാക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറ, ഇന്നിവിടെ പുട്ടല്ലേ അമ്മ? പുട്ടോ? പുട്ടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇന്ന് ഞാൻ നല്ല പത്തിരി ചുടാനാണ് ഉദ്ദേശിച്ചത്. പത്തിരിയോ? അതൊക്കെ എന്റെ പൊന്നമ്മക്ക് ഉണ്ടാക്കാൻ അറിയാമോ? അതൊക്കെ കഴിക്കണമെങ്കിലേ സൈനിത്താന്റെ അടുത്തും കരീസുമ്മാന്റെ അടുത്തും പോണം. അതൊന്നുമല്ല, എനിക്ക് പറയാം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് അറിയാമെന്ന് പറയല്ലാതെ അമ്മ ഇന്ന് വരെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. എടി കുറ്റം കേട്ടവളെ, അങ്ങനെയെല്ലാം നീ കാണാറുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ നീ കാണാറുണ്ടോ? നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഫുൾ ടൈം നീ അടുക്കളയിലാണെന്ന്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഞാൻ എന്താ അമ്മയെ സഹായിക്കാറില്ലേ? പിന്നെ സഹായിക്കാറുണ്ട്. സഹായിക്കുന്ന ഒരു പൂമോളെ കണ്ടാലും മതി. എനിക്ക് 2 പെൺമക്കളുണ്ട്. പറഞ്ഞിട്ടെന്താ, രണ്ടിനെയും അടുക്കളയുടെ ഭാഗത്തേക്ക് കാണില്ല. എന്നിട്ട് അവർ സഹായിക്കാറുണ്ട് പോലും. അതല്ല, നീ എന്താ ഈ കൊലത്തിൽ? നീ എന്താ വല്ല ഡാൻസ് ക്ലാസ്സിന് പോവുകയാണോ ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ അണിഞ്ഞിട്ട്? അതോ, ഇതൊക്കെ അമ്മയുടേതാണ്. എന്റേതാണെന്ന് നീ പറയണ്ടല്ലോ, അത് എനിക്കറിയാമല്ലോ. അല്ല, എന്താ മോളുടെ ഉദ്ദേശം? ഇതൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടേക്കാ? എന്റെ അമ്മ, ഇതൊന്നും ഇട്ടിട്ട് ഞാൻ എവിടേക്കും ഒളിച്ചോടാൻ പോകുന്നില്ല. എന്ത്, ഒളിച്ചോടാൻ പോവുകയാണെന്നോ? അയ്യോ, ദേ മനുഷ്യ, നിങ്ങളിത് കേൾക്കുന്നില്ലേ? നമ്മുടെ മോൾ ഒളിച്ചോടാൻ പോവുകയാണെന്ന്. അമ്മ, എന്ത് വിട്ടിത്തമാണ് ഈ പറയുന്നത്? മിണ്ടാതിരിടി കുരുത്തം കേട്ട കുരിപ്പേ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. സത്യം പറയടി, ആരാണവനെന്ന്? നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ആരാണെന്ന് ഒന്ന് വേഗം പറയാനാണ് നിന്നോട് പറഞ്ഞത്. അമ്മ ആരുടെ കാര്യമായി പറയണത്? നീ ഇപ്പോൾ ആരുടെ കൂടെ ഒളിച്ചോടാൻ പോവുകയാണെന്ന് പറഞ്ഞില്ലേ, അതാരാണെന്ന്? അമ്മ ഒന്ന് മിണ്ടാതിരി, ഞാൻ അതല്ല പറഞ്ഞത്. എനിക്കൊക്കെ മനസ്സിലായി. സത്യം പറയടി, സത്യം പറയാൻ. മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും അവൾക്ക് ഒളിച്ചോടണം പോലും. അമ്മ നുള്ളാതെ, എനിക്ക് വേദനയാകുന്നു. എടി, വേദനയാവാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ നിന്നെ നുള്ളിയത്. അമ്മ എന്തൊക്കെയാ പറയണത്? അമ്മ എന്തിനാ എന്നെ വേദനയാക്കിയത്? അവളുടെ ഒരു സിന്ദൂരവും സാരിയും. ഏത് കിഴങ്ങനെയാണ് നീ പ്രേമിക്കുന്നത്? അതെങ്ങനെയാ? നല്ല കാലത്ത് നിന്റെ അച്ഛൻ തന്നെയാണല്ലോ പണി. റോഡിൽ കൂടെ പോകുന്ന ഒരു പെമ്പിളേരെ വെറുതെ വിടില്ലായിരുന്നു. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. ദേ അമ്മേ, കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. അമ്മ എന്തൊക്കെയായി പറയണത്? ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടുന്ന കാര്യമായി പറയണത്? എടി കുരിപ്പേ, നീ അല്ലേ ഇപ്പൊ പറഞ്ഞത് ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒളിച്ചോടുകയാണെന്ന്? ഞാൻ ഒളിച്ചോടുന്നില്ല എന്നാ പറഞ്ഞത്. അമ്മയുടെ ചെവി ആദ്യം പോയി പൂഴിയിട്ട് തിരുമ്മ്.
ചെവിയും കേൾക്കില്ല, കണ്ണും കാണില്ല. അയ്യോ, ഇതെന്തൊരു വഴക്കാണ് ഇവിടെ. എടി സുമേ, എന്താ ഇവിടെ പ്രശ്നം? നിങ്ങളുടെ വഴക്കങ്ങ് റോഡ് വരെ കേൾക്കാലോ. എന്റെ നീലു, നീ ഇത് കേട്ടോ? എന്ത് കേട്ടോന്ന്? അമ്മ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ പറഞ്ഞെടുക്കാം നീലമ്മക്ക് എന്താ സംഭവിച്ചതെന്ന്. എന്താ മോളെ, എന്താ ഇവിടെ പ്രശ്നം? എന്റെ നീലമ്മ, നീലമ്മ ഇത് കേക്ക്. രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോ അമ്മയുടെ ഷെൽഫൊക്കെ തുറന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോ അതിൽ അമ്മയുടെ പഴയ സാരിയും ഓർണമെന്റ്സും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ എടുത്തു കൊടുത്തതാ. ഉടുത്തു കഴിഞ്ഞപ്പോൾ അത് അമ്മക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു. ഞാൻ നോക്കുമ്പോ അമ്മ ഇവിടെ പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല. പുട്ടാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അമ്മ ഒന്നും പറയണ്ട, പുട്ടല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയാം. എന്നെ കണ്ടതും അമ്മ പുട്ടല്ല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് എന്നോട് തർക്കിച്ചു. അതിന്റെ ദേഷ്യമാ അമ്മ ഈ കാണിച്ചതൊക്കെ. ഞാൻ ഈ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ ഇട്ട് ആരുടെയോ കൂടെ ഒളിച്ചോടുകയാണെന്ന് അമ്മ പറയണത്. ശരിയാണോ സുമേ മോള് പറയണത്? എന്റെ നീല ഇവിടെ എന്നോട് പറഞ്ഞതാ ആരുടെയോ കൂടെ ഒളിച്ചോടുകയാണെന്ന്. അയ്യോ നീലമ്മ, ഈ അമ്മ പറയണ നുണയാ. ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടുന്നില്ല എന്നാ പറഞ്ഞത്. എന്റെ സുമേ, ഇതൊക്കെ നീ ഇത്ര വിഷയാക്കണോ? മോള് വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതായിരിക്കില്ലേ അതൊക്കെ? രാവിലെ തന്നെ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കോളും. ദാ, നീ ഇതങ്ങ് വാങ്ങി വെക്ക്. എന്താ നീല അത്? ഇത് ഇച്ചിരി ഉപ്പുമാവാണ്. ഉപ്പുമാവോ? ഉപ്പുമാവെങ്കിൽ ഉപ്പുമാവ്. അമ്മയുടെ പുട്ട് തിന്നണ്ടല്ലേ ഇന്ന്? അമ്മയുടെ പുട്ടിനേക്കാൾ എത്രയോ ഭേദാ നീലുമ്മയുടെ ഉപ്പുമാവ്. പെണ്ണെ, വെറുതെ വീണ്ടും ചൊറിയണ്ട കേട്ടോ. ഇനി താ നീലുമ്മ അത്. ഇതാ പെണ്ണെ, പിടിച്ചോ. അതൊക്കെ പോട്ടെ, കുഞ്ഞാവ് എവിടെ? അവൾ ഇതുവരെ ഉറക്കപ്പായിന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. എന്തായാലും നീലുമ്മ വന്നോണ്ട് അമ്മയുടെ തെറ്റിദ്ധാരണയെ മാറി എനിക്ക് ഉപ്പുമാവും കിട്ടി. ഇതെന്തോന്നായത്? കുറെ സമയമായില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്? നമുക്ക് എന്തെങ്കിലും കളി കളിക്കണ്ടേ? ശരിയാണ്. എത്ര സമയമായി നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നു? നമുക്ക് എന്തെങ്കിലും കളി കളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ബോൾ എറിഞ്ഞ് കളിക്കാം. അയ്യേ, ബോൾ എറിഞ്ഞ് കളിക്കാനോ? ഞാനുമില്ല ബോൾ എറിഞ്ഞ് കളിക്കാൻ. അതെന്താ, അനക്ക് ബോൾ പൊന്തൂലേ? ബോൾ പൊന്താഞ്ഞിട്ടൊന്നുമല്ല, എനിക്കിഷ്ടമല്ല കളി. എങ്കിൽ നീ വേറെ കളി പറ, നമുക്കത് കളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒളിച്ചാമ്പത്തി കളിച്ചാലോ? ഒളിച്ചാമ്പത്തിയോ? അതേനെ, നമുക്ക് ഒളിച്ചാമ്പത്തി കളിക്കാം. അത് വേണ്ട, അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ കളി. എനിക്ക് മനസ്സിലായി നിനക്കെന്താ കളി ഇഷ്ടപ്പെടാത്തതെന്ന്. നീ പറഞ്ഞ ബോൾ കളി എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ നിനക്ക് ഞാൻ പറഞ്ഞ കളി ഇഷ്ടപ്പെടാതിരുന്നത്? അതൊന്നുമല്ല, നമുക്ക് പണ്ടേ ഇഷ്ടമല്ല ആ കളി. വേറെ കളി പറ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കളി പറയാം. എങ്കിൽ വേഗം പറ. നമുക്ക് കുറ്റി പിടിച്ച് കളിക്കാം. ഇവിടെ നിറയെ മരങ്ങളില്ലേ, ഈ മരത്തിൽ നിന്ന് നമുക്ക് സാറ്റടിച്ച് കളിക്കാം. സൂപ്പർ കളി, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. എങ്കിൽ വാ, നമുക്ക് ആ കളി കളിക്കാം. പക്ഷേ അതിനാരെങ്കിലും ഒരാൾ ആദ്യം കാക്കയാവണ്ടേ? ആരാവും കാക്ക? ഈ കൂട്ടത്തിൽ ഇവൻ മാത്രമല്ലേ ബോയ് ഉള്ളൂ, അതുകൊണ്ട് ഇവനാവട്ടെ കാക്ക. അമ്പട മോളെ, ഇജ്ജ് കുറെ നേരം ഞമ്മക്കിട്ട് പാര വെക്കുന്നു. ഞമ്മളങ്ങ് മാവില്ല കാക്ക. നീ വേണമെങ്കിൽ ആയിക്കോ. ഞാനെന്തിനാവണത്? നീ തന്നെ ആയാ മതി. ഞാനങ്ങ് മാവില്ല, നീ തന്നെ ആയാ മതി. ഇങ്ങനെയാണെങ്കിലേ നമ്മൾ കളിക്കാനില്ല. അയ്യോ, നിങ്ങളിങ്ങനെ വഴക്കിടാതെ ഒരു കാര്യം ചെയ്യാം, ഞാനാവാം കാക്ക. ശരിയാണ്, നിങ്ങളിങ്ങനെ വഴക്കിടാതെ കളിക്കേണ്ട എല്ലാ മൂടും പോകും. എല്ലാത്തിനും കാരണം ഇവളാണ്. ഇനിയൊക്കെ എന്റെ തലയിലിട്ടോ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ വേഗം പോയിട്ട് കുറ്റി പിടിക്ക്. നിങ്ങൾക്ക് ഈ കളി എങ്ങനെയാ കളിക്കേണ്ടതെന്ന് മനസ്സിലായോ? നിങ്ങൾ 3 പേരും ചെന്ന് 3 മരത്തിൽ പോയി പിടിക്കണം. എന്നിട്ട് ഞാൻ കാണാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരം പാസ് ചെയ്യണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരം പാസ് ചെയ്യുന്ന സമയത്തെങ്ങാൻ ഞാൻ ഏതെങ്കിലും ഒരു മരം കണ്ടാൽ ഞാൻ ആ മരത്തിൽ പോയി തൊടും. അപ്പോൾ അവിടെ തൊടാത്തയാൾ ഔട്ട്. കളി മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയാന്നേ. ശരി, എങ്കിൽ ഓടിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എടാ മണ്ട, നീ എന്തിനാണ് ഇവിടത്തേക്ക് വന്നത്? ഈ കുറ്റി ഞാനാണ് ആദ്യം പിടിച്ചത്. നീ അങ്ങോട്ടേക്ക് പോ, അവിടെ ഏതൊരു കുറ്റി, അവിടേക്ക് പോകും നീ. അല്ലോ സോറി, നമ്മളോട് മാറിപ്പോയതാണ്. ഞമ്മക്കും കിട്ടിയ കുറ്റി. ശരി, ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തോളൂ. പിങ്കി മോളെ, ഓടി വാ, ഇങ്ങോട്ടേക്ക് വാ. ഇല്ല കുഞ്ഞാവേ, ഞാൻ അങ്ങോട്ടേക്ക് വരില്ല, നീ ഇങ്ങോട്ടേക്ക് വാ. എടാ ഉസ്മാൻ, അവിടെ കുന്തം വീങ്ങിയത് പോലെ നിൽക്കാതെ നീ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്. അമ്പട പുളുസോ, നമ്മൾ ഈ കുറ്റി വിടില്ല. അതില്ല, കുറ്റി വിടാതെ നിന്നാൽ നീ ഔട്ടാകും. വേഗം ഓടി പാസ്സാവണം. എടാ ഉസ്മാൻ, ഇങ്ങോട്ടേക്ക് നോക്ക്. എന്ത് ഇവളെ? നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് പാസ് ചെയ്യാം. ശരി. ഞങ്ങൾ പാസ് ചെയ്തേ.
അയ്യോ നിങ്ങൾ പാസ് ചെയ്തോ? ആ പിന്നല്ലാതെ നീ അവിടെ കുന്തം എഴുതിയത് പോലെ നിന്നോ, അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യും. ഞങ്ങളും പാസ് ചെയ്തേ. അയ്യോ നിങ്ങൾ പാസ് ചെയ്തോ? അതെ അതെ. വെറുതെ കാക്കി അവണ്ടായിരുന്നു. ആഹാ അത് ശരി, നിങ്ങൾ എവിടുന്ന് കളിക്കുകയായിരുന്നോ? ആ അതെയല്ലോ. എന്താ ചേച്ചി? എന്താണെന്നോ? നിന്നെ വീട്ടിൽ നിന്ന് എത്ര സമയമായെന്ന് മമ്മി അന്വേഷിക്കുന്നു. അതെന്തിനാ മമ്മി അന്വേഷിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. കുറെ സമയമായി നിന്നെ അന്വേഷിക്കുന്നു. ഞാൻ അതിന് മമ്മിയോട് പറഞ്ഞിട്ടാണല്ലോ വന്നത്. ആ മതി മതി കളിയൊക്കെ, ഇനി വേഗം വാ. അയ്യോ ലച്ചു ചേച്ചി അങ്ങനെ പറയാതെ, ഞങ്ങൾ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ ചേച്ചി, ചേച്ചി പോയി മമ്മിയോട് പറ, ഞങ്ങൾ ഇവിടെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നല്ല രസമുള്ള കളിയാണ്. ഇപ്പൊ ഞാൻ എങ്ങും വരുന്നില്ല, ചേച്ചി പോട്. ആയിക്കോട്ടെ ഞാൻ പോകാം. ഞാൻ ഇതിങ്ങനെ തന്നെ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചെന്ന് നീ വന്നില്ല എന്നും. പിന്നെ മമ്മി വഴക്ക് പറയുമ്പോൾ എന്നോടൊന്നും പറയരുത്. അയ്യോ ചേച്ചി ചതിക്കല്ലേ, അങ്ങനെ പറയാതെ. ഒരു കാര്യം ചേച്ചി ഞങ്ങളുടെ കൂടെ കളിക്കാൻ വാ. പിന്നെ ഞാൻ നിങ്ങളെ പോലെ കൊച്ചു പിള്ളേരല്ലേ ഈ കളിയൊക്കെ കളിച്ച് നടക്കാൻ. അല്ലാതെ പിന്നെ ചേച്ചി പിന്നെ ആരാ? ചേച്ചി വലിയ ഓവറാക്കൊന്നും വേണ്ട. ചേച്ചിയുടെ വിചാരം ചേച്ചി വലിയ ഏതോ ആണെന്നാ. ഇപ്പോഴും കുട്ടി തന്നെയാണ് കുട്ടി. പിങ്കിമോളെ വെറുതെ എന്നെ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്. അവൾക്ക് എപ്പോഴും ഉള്ളതാണ് അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇന്ന് നിനക്ക് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഞാൻ മമ്മിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും 1000 പ്രാവശ്യം നിന്നെ വിളിച്ചിട്ടും നീ എന്റെ കൂടെ വരാഞ്ഞിട്ടാണെന്ന്. അത് മാത്രമല്ല ഇവരൊക്കെ തിരിച്ച് ഇവരുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്. നീ എന്തായാലും വീട്ടിലോട്ട് തന്നെയല്ലേ വരുന്നത്. നിനക്ക് ഞാൻ കാണിച്ചു തരാം പീക്കിരി പിങ്കി. ചേച്ചി എന്താടി? ചേച്ചി ചേച്ചി ബുക്ക് വായിക്കാണോ? അല്ല ഞാനിവിടെ വീണ വായിക്കാ. കണ്ടിട്ട് നിനക്ക് എന്തേ തോന്നുന്നത്? ചേച്ചി എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ വെറുതെ ഒരു വിശേഷം ചോദിച്ചതല്ലേ. കണ്ടിട്ട് ബുക്ക് വായിക്കുകയാണെന്ന് തന്നെയാ തോന്നുന്നത്. ഓ നന്നായി, പിന്നെ കിന്നാരം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ പാവം എന്റെ ചേച്ചി. എന്താ എന്ത് പറ്റി? എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ ഇരിക്കണേ. കുറെ സമയമായല്ലോ നീ തുടങ്ങിയിട്ട്. എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എന്താ? ഇക്കാലത്ത് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നത് പാവം എന്റെ ചേച്ചി മാത്രമായിരിക്കും. അതെന്തേ ഇപ്പൊ ആരും ബുക്കൊന്നും വായിക്കാറില്ലേ? ഇല്ല, ഇപ്പൊ ആരുടെ കയ്യിലാ ബുക്കൊക്കെ ഉള്ളത്? ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഫോണല്ലേ. പാവം എന്റെ ചേച്ചി എന്ന് പറഞ്ഞ ഞാനതാ. എന്റെ ചേച്ചിക്ക് മാത്രം മൊബൈൽ ഫോൺ ഇല്ലല്ലോ. ഓ അതാണോ കാര്യം? ഞാനതിന് ഇതുവരെ മൊബൈൽ ഫോണിന് ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ മൊബൈൽ ഫോണിനൊന്നും ആവശ്യപ്പെടാത്തത്. ചേച്ചി ആവശ്യപ്പെട്ടാൽ മമ്മി എന്തായാലും ചേച്ചിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരില്ലേ? എന്റെ ചേച്ചി ഇക്കാലത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായി ഫോൺ ഇല്ലാത്തത് നാണക്കേടുള്ള കാര്യം തന്നെയാണ്. എന്റെ ഫ്രണ്ടിലെ നീനുവിന്റെ ചേച്ചിക്ക് ഐഫോണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ഈ ചേച്ചിക്കാണെങ്കിൽ ഒരു നോക്കിയ ഫോൺ വരെ ഇല്ല. ചേച്ചിക്ക് പുറത്തൊന്നും പോകുമ്പോൾ നാണക്കേടില്ലേ സ്വന്തമായിട്ടൊരു ഫോൺ ഇല്ലാത്തത് കൊണ്ട്? അതിന് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ ഇല്ലാന്നല്ലേ ഉള്ളൂ. നമ്മൾ മമ്മിയുടെ ഫോൺ ഉപയോഗിക്കാറില്ലേ. ഇപ്പൊ തൽക്കാലം എനിക്ക് ആ ഫോൺ മതി. എന്റെ ചേച്ചി ഇങ്ങനെ ഒരു പഴഞ്ചൻ രീതിയിൽ ജീവിക്കാതെ ന്യൂ ജനറേഷനിലേക്ക് വാ. സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിലേ ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂ. ഇതൊരുമാതിരി ബുക്കും വായിച്ചോണ്ട് പഴയ കാലത്തെ പോലെ. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. സ്വന്തമായിട്ട് ഫോണിന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തായാലും ഇവിടെ നടക്കില്ല. മമ്മി ഒരിക്കലും എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു തരില്ല. പിന്നെ വെറുതെ അത് ആശിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാ പിന്നെ ഞാൻ അതിനൊന്നും വേണ്ടി ശ്രമിക്കാത്തത്. ചേച്ചിക്ക് ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ ഐഡിയ പറഞ്ഞത് മുന്നേ ചേച്ചി ഒരു പ്രോമിസ് ചെയ്യണം. പ്രോമിസോ? എന്ത് പ്രോമിസ്? ചേച്ചിക്ക് എന്നാ ഫോൺ കിട്ടിയാൽ എനിക്ക് അതിൽ നിന്ന് ഗെയിം കളിക്കാൻ തരണം. അങ്ങനെ എനിക്ക് തന്നാൽ മാത്രം ഞാൻ ചേച്ചിക്ക് ഫോൺ സംഘടിപ്പിച്ചു തരാം. ഹമ്പടെ കേബി, അപ്പൊ അതാണല്ലോ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഫോൺ വാങ്ങിച്ചാൽ നിനക്കും അതിൽ നിന്ന് കളിക്കാലോ. അല്ലാതെ പിന്നെ ചേച്ചിയെ കൊണ്ടൊരു ഫോൺ വാങ്ങിച്ചിട്ട് വേണം അത് എനിക്ക് ഉപയോഗിക്കാൻ. അല്ലാതെ ചേച്ചിക്ക് ഫോൺ ഇല്ലാത്തതിൽ എനിക്കൊരു വിഷയവുമില്ല. എനിക്കൊക്കെ മനസ്സിലായി. കാളവാല പൊക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു തരികിടയുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ചേച്ചിക്ക് ഇപ്പൊ ഫോണ് വേണോ വേണ്ടയോ? ഫോണൊക്കെ വേണമായിരുന്നു. പക്ഷേ അത് കിട്ടോ? കിട്ടാനൊരു വഴിയുണ്ട്. എന്തു വഴിയാത്? വേഗം പറ നീ. നമുക്ക് മമ്മിയെ സോപ്പിടാം. മമ്മിയെ മെല്ലെ മെല്ലെ സോപ്പിട്ട് നമുക്ക് കാര്യം അവതരിപ്പിക്കാം. അപ്പൊ എന്തായാലും മമ്മി ഒരു ഫോൺ വാങ്ങിച്ചു തരും. നമ്മൾ ഇതുവരെ മമ്മിയോട് ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. അതൊക്കെ നടക്കുമോ? എന്റെ ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് പറയാതെ. നടക്കും, എന്തായാലും നടക്കും. ചേച്ചി എന്റെ കൂടെ നിന്നാ മതി. മമ്മി എന്താ സോഫയെ കിടക്കുന്നു. ഞാൻ പോയി മമ്മിയെ മെല്ലെ സോപ്പിടട്ടെ. അപ്പൊ ചേച്ചി വന്ന് കാര്യം അവതരിപ്പിച്ചാ മതി. നീ പറയുന്നത് പോലെ ചെയ്യാം.
നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാനേ. ചേച്ചി എന്റെ കൂടെ വാ. ശരി എങ്കിൽ ചെല്ലു നീ. എന്തോരം പണിയായിരുന്നു. ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴുള്ള ഒരു സുഖം. ഇവിടെ കിടക്കുകയാണല്ലേ കൊച്ചു കള്ളി. മമ്മി വന്നു ഞാൻ. എന്തിനാണ് കൊച്ചു എന്റെ കാലത്ത് വലിക്കുന്നത്? മര്യാദയ്ക്ക് ഒന്നും കൂടെ സമ്മതിക്കൂലേ? എന്ത് ചോദ്യം മമ്മി ഇത്? അമ്മയുടെ കാല് തടവാൻ സമ്മതിക്കൂലേ? അത് ശരി, എന്തോ ഒന്ന് സോപ്പിടല. എടി ലച്ചു ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നടി. അപ്പൊ ഇവൾക്ക് മാത്രമല്ല മറ്റവൾക്കും കൊണ്ട് എന്തോ ഒരു കാര്യം. മമ്മി മമ്മി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലടി, കുറച്ച് നന്നായിട്ട് കാലങ്ങ് തിരുമിക്കോ എന്നാ. എടി പിങ്കിമോളെ, നീ ചേച്ചി വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അതെ, ചേച്ചിയും കൂടെ മമ്മിയുടെ കാല് തടവാൻ വേണ്ടിയായിരുന്നു. അതിനെന്താ, ഞാൻ കൂടെ സഹായിക്കാലോ. നിക്ക്. അതെ, പൊന്നു മക്കൾക്ക് എന്ത് കാര്യമാ സാധിക്കേണ്ടതെന്ന് പറ. എന്നിട്ട് വന്നിട്ട് കാലും കൈയൊക്കെ പിടിക്കാട്ടാ. എന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയണത്? ഞങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കൂലേ? അത് ശരി. എന്നാലേ മമ്മി ഇപ്പൊ വരാം. മമ്മിക്ക് കുറച്ചും കൂടെ പണി തീർക്കാനുണ്ട്. അയ്യോ, മമ്മി പോവുകയാണോ? നിക്ക് മമ്മി, പോകല്ലേ. എനിക്ക് അടുക്കളയിലെ പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾക്ക് പറയുന്നത് പോലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ എന്നെ കിട്ടൂല. മമ്മി ഒന്ന് ഇവിടെ ഇരുന്നേ. ചേച്ചിക്ക് ഒരു കാര്യം പറയണ്ട മമ്മിയോട്. അത് കേട്ടിട്ടേ മമ്മി പോട്. വേഗം പറ പിള്ളേരെ അങ്ങോട്ട്. അത് പിന്നെ മമ്മി, ഇവൾമാരെയും കൊണ്ട് ആ പിന്നെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം കാര്യം പറ കൊച്ചേ. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഉപയോഗിക്കാനായിട്ട് ഒരു ഫോൺ വാങ്ങിത്തരോ മമ്മി? അത്രയുള്ളോ? ഫോൺ മാത്രം മതിയോ? ഒരാൾക്ക് മതിയോ അതോ രണ്ടുപേർക്കും വേണോ? മമ്മി പറഞ്ഞാട്ടെ കേട്ടെ. വില കൂടിയത് വേണോ വില കുറഞ്ഞത് വേണോ? ഏത് ടൈപ്പ് വേണം? ഐഫോൺ വേണോ സാംസങ് മതിയോ? നിങ്ങൾക്ക് ഏതാ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം സാംസങ് മതി മമ്മി. അതാവുമ്പോ വലിയ വിലയില്ല. എന്തായാലും പിങ്കിമോളെ അത് പോരെ? എന്നാലേ മക്കൾ ഒരു കാര്യം ചെയ്യും. മുറ്റത്തെ അച്ഛൻ പണം കഴിക്കുന്ന മരം കുഴിച്ചിട്ട് വെച്ചിട്ടില്ലേ? അതുമ്മ പോയിട്ട് കുറച്ച് പണം പറിച്ചിട്ട് വാ. മമ്മി എന്തോ നടി കിടന്ന് കൂവുന്നത്? നിങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോ എല്ലാം വാങ്ങി തരുന്നതിന്റെ അഹങ്കാരമല്ലേ കാണിക്കുന്നത്? അല്ല അതല്ല, എനിക്ക് മനസ്സിലാവാത്ത ഇതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോൺ എങ്ങനെ ഉപയോഗിക്കും? രണ്ടാളും കൂടി ഇവിടെ ഇരുന്ന് ടിവിന്റെ റിമോട്ടിന് വേണ്ടി അടി കൂടിയത് മറന്നുപോയോ ഇത്ര പെട്ടെന്ന്? അങ്ങനെയുള്ള രണ്ടാളാണോ ഫോൺ ഷെയർ ചെയ്യാൻ പോകുന്നത്? ഒന്ന് പോ പിള്ളേരെ അവിടുന്ന്. മനുഷ്യന്റെ സമയം കളയാനായിട്ട് ഫോൺ വേണം പോലെ ഫോണ്. നിനക്കിപ്പോ സമാധാനമായില്ലേ? വെറുതെ ശശിയാവാൻ വേണ്ടിട്ട് ഓരോന്നിനും തുള്ളിക്കോളും. ഇപ്പൊ ഫോണും ഇല്ല, മമ്മിയുടെ കയ്യിൽ ചീത്തയും ബാക്കി. മനുഷ്യൻ എന്തൊക്കെ കൊതിച്ചു. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. ഇതിപ്പോ പവനായി ശവമായി. അയ്യോ ചേച്ചി പോകാതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പോടി വേണ്ട അവിടുന്ന്. അവളുടെ ഒരു സാംസങ് മൊത്തം കുളമായല്ലോ. ചേച്ചി എന്താടി? ചേച്ചി ബുക്ക് വായിക്കാണോ? അല്ല, ഞാനിവിടെ വീണ വായിക്കാ. കണ്ടിട്ട് നിനക്ക് എന്തേ തോന്നുന്നത്? ചേച്ചി എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ വെറുതെ ഒരു വിശേഷം ചോദിച്ചതല്ലേ. കണ്ടിട്ട് ബുക്ക് വായിക്കുകയാണെന്ന് തന്നെയാ തോന്നുന്നത്. നന്നായി. പിന്നെ കിന്നാരം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ പാവം എന്റെ ചേച്ചി. എന്താ, എന്ത് പറ്റി? എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ ഇരിക്കണേ. കുറെ സമയമായല്ലോ നീ തുടങ്ങിയിട്ട്. എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എന്താ? ഇക്കാലത്ത് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നത് പാവം എന്റെ ചേച്ചി മാത്രമായിരിക്കും. അതിന്റെ ഇപ്പൊ ആരും ബുക്കൊന്നും വായിക്കാറില്ലേ? ഇല്ല. ഇപ്പൊ ആരുടെ കയ്യിലാ ബുക്കൊക്കെ ഉള്ളത്? ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഫോണല്ലേ. പാവം എന്റെ ചേച്ചി എന്ന് പറഞ്ഞ ഞാനതാ. എന്റെ ചേച്ചിക്ക് മാത്രം മൊബൈൽ ഫോൺ ഇല്ലല്ലോ. അതാണോ കാര്യം? ഞാനതിന് ഇതുവരെ മൊബൈൽ ഫോണിന് ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ മൊബൈൽ ഫോണിനൊന്നും ആവശ്യപ്പെടാത്തത്. ചേച്ചി ആവശ്യപ്പെട്ടാൽ മമ്മി എന്തായാലും ചേച്ചിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരില്ലേ? എന്റെ ചേച്ചി ഇക്കാലത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായി ഫോൺ ഇല്ലാത്തത് നാണക്കേടുള്ള കാര്യം തന്നെയാണ്. എന്റെ ഫ്രണ്ടിലെ നീനുവിന്റെ ചേച്ചിക്ക് ഐഫോണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ഈ ചേച്ചിക്കാണെങ്കിൽ ഒരു നോക്കിയ ഫോൺ വരെ ഇല്ല. ചേച്ചിക്ക് പുറത്തൊന്നും പോകുമ്പോ നാണക്കേടില്ലേ സ്വന്തമായിട്ടൊരു ഫോൺ ഇല്ലാത്തത് കൊണ്ട്? അതിന് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ ഇല്ലാന്നല്ലേ ഉള്ളൂ. നമ്മൾ മമ്മിയുടെ ഫോൺ ഉപയോഗിക്കാറില്ലേ. ഇപ്പൊ തൽക്കാലം എനിക്ക് ആ ഫോൺ മതി. എന്റെ ചേച്ചി ഇങ്ങനെ ഒരു പഴഞ്ചൻ രീതിയിൽ ജീവിക്കാതെ ന്യൂ ജനറേഷനിലേക്ക് വാ. സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിലേ ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂ. ഇതൊരുമാതിരി ബുക്കും വായിച്ചോണ്ട് പഴയ കാലത്തെ പോലെ. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. സ്വന്തമായിട്ട് ഫോണിന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തായാലും ഇവിടെ നടക്കില്ല. മമ്മി ഒരിക്കലും എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു തരില്ല. പിന്നെ വെറുതെ അത് ആശിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാ പിന്നെ ഞാൻ അതിനൊന്നും വേണ്ടി ശ്രമിക്കാത്തത്. ചേച്ചിക്ക് ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ ഐഡിയ പറഞ്ഞതിന് മുന്നേ ചേച്ചി ഒരു പ്രോമിസ് ചെയ്യണം. പ്രോമിസോ? എന്ത് പ്രോമിസ്? ചേച്ചിക്ക് എന്നാ ഫോൺ കിട്ടിയാൽ എനിക്ക് അതിൽ നിന്ന് ഗെയിം കളിക്കാൻ തരണം. അങ്ങനെ എനിക്ക് തന്നാൽ മാത്രം ഞാൻ ചേച്ചിക്ക് ഫോൺ സംഘടിപ്പിച്ചു തരാം.
ഹമ്പട കേബി, അപ്പൊ അതാണല്ലേ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഫോൺ വാങ്ങിച്ചാ നിനക്കും അതിൽ നിന്ന് കളിക്കാലോ. അല്ലാതെ പിന്നെ ചേച്ചിയെ കൊണ്ടൊരു ഫോൺ വാങ്ങിച്ചിട്ട് വേണം അത് എനിക്ക് ഉപയോഗിക്കാൻ. അല്ലാതെ ചേച്ചിക്ക് ഫോൺ ഇല്ലാത്തതിൽ എനിക്കൊരു വിഷമമില്ല. എനിക്കൊക്കെ മനസ്സിലായി. കാളവാല പൊക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു തരികിടയുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ചേച്ചിക്ക് ഇപ്പൊ ഫോൺ വേണോ വേണ്ടയോ? ഫോണൊക്കെ വേണമായിരുന്നു, പക്ഷേ അത് കിട്ടോ? കിട്ടാനൊരു വഴിയുണ്ട്. എന്തു വഴിയാത്? വേഗം പറഞ്ഞേ. നമുക്ക് മമ്മിയെ സോപ്പിടാം. മമ്മിയെ മെല്ലെ മെല്ലെ സോപ്പിട്ട് നമുക്ക് കാര്യം അവതരിപ്പിക്കാം. അപ്പൊ എന്തായാലും മമ്മി ഒരു ഫോൺ വാങ്ങിച്ചു തരും. നമ്മൾ ഇതുവരെ മമ്മിയോട് ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. അതൊക്കെ നടക്കുമോ? എന്റെ ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് പറയാതെ. നടക്കും, എന്തായാലും നടക്കും. ചേച്ചി എന്റെ കൂടെ നിന്നാ മതി. മമ്മി എന്താ സോഫയിൽ കിടക്കുന്നു, ഞാൻ പോയി മമ്മിയെ മെല്ലെ സോപ്പിടട്ടെ. അപ്പൊ ചേച്ചി വന്ന് കാര്യം അവതരിപ്പിച്ചാ മതി. നീ പറയുന്നത് പോലെ ചെയ്യാം. നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാനേ. ചേച്ചി എന്റെ കൂടെ വാ. ശരി, എങ്കിൽ ചെല്ലു നീ. എന്തോരം പണിയായിരുന്നു. ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴുള്ള ഒരു സുഖം. ഇവിടെ കിടക്കുകയാണല്ലേ കൊച്ചു കള്ളി. മമ്മി വന്നു ഞാൻ. എന്തിനാണ് കൊച്ചു എന്റെ കാലത്ത് വലിക്കുന്നത്? മര്യാദയ്ക്ക് ഒന്നും കൂടെ സമ്മതിക്കൂലേ? എന്ത് ചോദ്യം മമ്മി ഇത്? അമ്മയുടെ കാല് തടവാൻ സമ്മതിക്കൂലേ? അത് ശരി, എന്തോ ഒന്ന് സോപ്പിടല. എടി ലച്ചു ചേച്ചി, നിങ്ങൾ വന്നടി. അപ്പൊ ഇവൾക്ക് മാത്രമല്ല മറ്റവൾക്കും കൊണ്ട് എന്തോ ഒരു കാര്യം. മമ്മി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലടി, കുറച്ച് നന്നായിട്ട് കാലങ്ങ് തിരുമിക്കോ എന്നാ. എടി പിങ്കിമോളെ, നീ ചേച്ചി വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അതെ, ചേച്ചിയും കൂടെ മമ്മിയുടെ കാല് തടവാൻ വേണ്ടിയായിരുന്നു. അതിനെന്താ, ഞാൻ കൂടെ സഹായിക്കാലോ. നിക്ക്. അതെ, പൊന്നു മക്കൾക്ക് എന്ത് കാര്യമാ സാധിക്കേണ്ടതെന്ന് പറ. എന്നിട്ട് വന്നിട്ട് കാലും കൈയൊക്കെ പിടിക്കാട്ടാ. എന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയണത്? ഞങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കൂലേ? അത് ശരി. എന്നാലേ മമ്മി ഇപ്പൊ വരാം. മമ്മിക്ക് കുറച്ചും കൂടെ പണി തീർക്കാനുണ്ട്. അയ്യോ, മമ്മി പോവുകയാണോ? നിക്ക് മമ്മി, പോകല്ലേ. എനിക്ക് അടുക്കളയിലെ പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾക്ക് പറയുന്നത് പോലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ എന്നെ കിട്ടൂല. മമ്മി ഒന്ന് ഇവിടെ ഇരുന്നേ. ചേച്ചിക്ക് ഒരു കാര്യം പറയണ്ട മമ്മിയോട്. അത് കേട്ടിട്ടേ മമ്മി പോട്. വേഗം പറ പിള്ളേരെ അങ്ങോട്ട്. അത് പിന്നെ മമ്മി, ഇവന്മാരെയും കൊണ്ട് അപ്പൊ ഇങ്ങോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം കാര്യം പറ കൊച്ചേ. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഉപയോഗിക്കാനായിട്ട് ഒരു ഫോൺ വാങ്ങി തരുമോ മമ്മി? അത്രയുള്ളോ? ഫോൺ മാത്രം മതിയോ? ഒരാൾക്ക് മതിയോ അതോ രണ്ടുപേർക്കും വേണോ? മമ്മി പറഞ്ഞോട്ടെ കേട്ടെ. വില കൂടിയത് വേണോ വില കുറഞ്ഞത് വേണോ? ഏത് ടൈപ്പ് വേണം? ഐഫോൺ വേണോ സാംസങ് മതിയോ? നിങ്ങൾക്ക് ഏതാ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം സാംസങ് മതി മമ്മി, അതാവുമ്പോ വലിയ വിലയില്ല. എന്തായാലും പിങ്കിമോളെ, അത് പോരെ? എന്നാലേ മക്കൾ ഒരു കാര്യം ചെയ്യും. മുറ്റത്തെ അച്ഛൻ പണം കഴിക്കുന്ന മരം കുഴിച്ചിട്ട് വെച്ചിട്ടില്ലേ, അതുമ്മ പോയിട്ട് കുറച്ച് പണം പറിച്ചിട്ട് വാ. മമ്മി എന്തോ നടി കിടന്ന് കൂവുന്നത്? നിങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോ എല്ലാം വാങ്ങി തരുന്നതിന്റെ അഹങ്കാരമല്ലേ കാണിക്കുന്നത്? അല്ല, അതല്ല, എനിക്ക് മനസ്സിലാവാതെ ഇതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോൺ എങ്ങനെ ഉപയോഗിക്കും? രണ്ടാളും കൂടെ ഇവിടെ ഇരുന്ന് ടിവിന്റെ റിമോട്ടിന് വേണ്ടി അടികൂടിയത് മറന്നുപോയോ ഇത്ര പെട്ടെന്ന്? അങ്ങനെയുള്ള രണ്ടാളാണോ ഫോൺ ഷെയർ ചെയ്യാൻ പോകുന്നത്? ഒന്ന് പോ പിള്ളേരെ അവിടുന്ന്. മനുഷ്യന്റെ സമയം കളയാനായിട്ട് ഫോൺ വേണം പോലെ ഫോണ്. നിനക്കിപ്പോ സമാധാനമായില്ലേ? വെറുതെ ശശിയാവാൻ വേണ്ടിട്ട് ഓരോന്നിനും തുള്ളിക്കോളും. ഇപ്പൊ ഫോണുമില്ല, മമ്മിയുടെ കല്ലിൽ ചീത്തയും ബാക്കി. മനുഷ്യൻ എന്തൊക്കെ കൊതിച്ചു. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. ഇതിപ്പോ പവനായി ശവമായി. അയ്യോ ചേച്ചി പോകാതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പോടി വേണ്ട അവിടുന്ന്. അവളുടെ ഒരു സാംസങ്. മൊത്തം കുളമായല്ലോ. സമയം ഇന്ന് ഒരുപാട് വൈകിയല്ലോ. ദൈവമേ, സമയം 12 മണിയായി. ഇനി എപ്പോഴാണ് ഞാൻ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കുന്നത്? അതെങ്ങനെയാ? സ്കൂള് പൂട്ടിയാൽ മുതൽ പിള്ളേരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലാതല്ലേ ഉള്ളത്. ആ ലച്ചു ഹോസ്റ്റലിൽ നിന്ന് വന്നത് മുതൽ എന്റെ ഒരു പണിയും നടക്കണില്ല. ഇനിയിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കുക? ഇതുകൊണ്ട് ചിക്കൻ നിർത്തി പൊരിച്ചാലോ? വേണ്ട, ഇനിയിപ്പോ എല്ലാരും കൂടെ എന്നെ നിർത്തി പൊരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കുഴിമന്തി ഉണ്ടാക്കിയാലോ? അതാവും പിള്ളേർക്കും ഇഷ്ടപ്പെടും. അയ്യോ, അല്ലെങ്കിൽ പിന്നെ അതും വേണ്ട. എന്നിട്ട് വേണം നന്നായിട്ടില്ലെങ്കിൽ പിള്ളേർക്ക് എന്നെ കുഴിയിലിട്ട് മൂടാൻ. ഇതുകൊണ്ടിപ്പോ ഞാൻ എന്തോന്ന് ഉണ്ടാക്കുക? സമയമാണെങ്കിൽ ഒരുപാട് വൈകുകയും ചെയ്തല്ലോ. വേഗം കയ്യിൽ എന്ത് റെസിപ്പിയാ ഉള്ളത്? ഒരു കാര്യം ചെയ്യാം. കുക്കറിലെ ഒരു തട്ടിക്കൂട്ടി കുക്കർ ബിരിയാണി വെക്കാം. അതാവുമ്പോഴേ വേഗം പണി കഴിയും ചെയ്യും, 2 പേർക്കും ഇഷ്ടവുമാണ്. ബിരിയാണിന് കേട്ടാ പിന്നെ രണ്ടിനും അത് മതി. എന്തായാലും അത് വെക്കാം. അതാവുമ്പോഴേ വേഗം എന്റെ ജോലിയും തീരും. ഹലോ, ഇവിടെ ആരും ഇല്ലേ? കമലേ, ഇവിടെ ആരും ഇല്ലേ?
അതാരാ ഈ നേരത്ത്? വാ വാ, കേറി വാ ആരായാലും. കമലേ, ഇത് ഞാനാടി. ഹ, ആരിത്? സുമയോ? ഞാനങ്ങ് പേടിച്ചു പോയി ഈ സമയത്ത് ഇതാരാണെന്ന് വിചാരിച്ചിട്ട്. അതെന്താ നീ പുറകുവശത്തൂടെ വന്നത്? അതോ, ഞാൻ മുൻവശത്ത് കൂടെ തന്നെയാ വന്നത്. പക്ഷെ അവിടെ വാതിൽ അടച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പുറകിലോട്ട് വന്നത്. ഹ, ബുദ്ധിമുട്ടോ? എന്തോന്ന് ബുദ്ധിമുട്ട്? അല്ല കമലേ, നീ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? ഇപ്പൊ എന്തിനാ നീ കോഴീനെ നോക്കിയിരിക്കണത്? കോഴീനെ നോക്കിയിരിക്കണതല്ല പെണ്ണെ, ഞാനേ ഉച്ചക്കൊക്കെ കറി വെക്കാൻ നോക്കിയായിരുന്നു. കറി വെക്കാനോ? അതും ഇപ്പോഴോ? നീ കറിയും വെച്ചിരുന്നാലേ അപ്പൊ നീ എപ്പോ റെഡി ആവാനാ? പിന്നെ ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് കറി വെക്കേണ്ടത്? ഉച്ചക്കുള്ള കറിയാ ഞാൻ വെക്കാൻ നോക്കുന്നത്. അതല്ല, നീ കുറെ നേരമല്ലോ റെഡി ആവണ കാര്യം പറയണോ. ഇത് എവിടെ പോവാനാ? ദേ കമലേ, നീ കളിക്കല്ലാട്ടോ. അപ്പൊ നിന്നോട് ഇന്നലെ രാത്രി വരെ വിളിച്ചു പറഞ്ഞ് നിന്നോട് മറന്നുപോയോ? ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രി നീ എന്ത് പറഞ്ഞെന്നായി പറയണത്? അയ്യോ, സോറി സൂമേ, എന്നോട് മറന്നു പോയതാടി. ഇന്നലെ നമ്മുടെ കുടുംബശ്രീയുടെ മീറ്റിംഗ്. ഹോ ഭാഗ്യം, ഇപ്പോഴെങ്കിലും നിനക്ക് ഓർമ്മ വന്നല്ലോ. സൂമേ, എന്നോട് മറന്നു പോയടി. എന്റെ പണി ഒന്നും കഴിഞ്ഞില്ല. ഈ പിള്ളേരെ വെക്കേഷനായിട്ട് ഇവിടെ ഇരിക്കണതുകൊണ്ട് എന്റെ ഒരു പണിയും നടക്കണില്ലടി. ഹാ, എല്ലാ വീട്ടിലും ഇതന്നെ അവസ്ഥ. ഷോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഈ ചിക്കനൊക്കെ കറി വെക്കാൻ നിന്നാലേ എന്റെ ഉള്ള സമയം കൂടെ വൈകും. തൽക്കാലം ഉച്ചക്ക് എന്താ കുട്ടിയൊക്കെ കഴിക്കാൻ കൊടുക്കാം? ഹാ, മക്കൾക്ക് നൂഡിൽസ് എന്നാ ഉണ്ടാക്കി കൊടുക്കാം. ചിക്കൻ ഞാൻ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. ഹാ, അതാ നല്ലത്. നീ വലിയ സെക്രട്ടറി ഒക്കെ ആയിട്ട് സമയത്ത് ചെന്നില്ലെങ്കിലേ അവിടുത്തെ പെണ്ണുങ്ങൾ വിളിച്ച് നിന്നെ കളിയാക്കും. ആടി സുമേ, ഷോ, ഇതിലും വലിയ നാണക്കേട് വേറെ ഇല്ല. ആ സുമേ, നീ ഒരു കാര്യം ചെയ്യ്, നീ അകത്തോട്ട് പോയിരിക്കെ. ഞാൻ മക്കൾക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. ആ ശരി, പെട്ടെന്നാവണം കേട്ടോ, ലേറ്റ് ആവല്ലേ. ഇല്ല പൊന്നോ, ഞാൻ വേഗം സ്പീഡ് ആക്കട്ടെ. ആ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ദേ ചേച്ചി, കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് മര്യാദ കിട്ടിയല്ലോ കേട്ടോ. എടി പീക്കിരി, നിനക്ക് കളി അറിയാത്തതിനെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? ഓ പിന്നെ കള്ളക്കളി. ആരടി കള്ളക്കളി? നീ ഇന്ന് അവരെന്റെ കൂടെ കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ടോടി? എന്നിട്ട് കള്ളക്കളി പോലും. വേണമെങ്കിൽ പിടിച്ചോ, പിടിച്ചോ പിടിച്ചോ. ഹേ പിടിച്ചേ. കണ്ടാ കണ്ടാ, ഇപ്പൊ കണ്ടാ നീ? ഞാൻ മര്യാദക്കല്ലേ ഇട്ടാന്നത്, അതുകൊണ്ടല്ലേ നിനക്ക് പിടിക്കാൻ പറ്റിയത്. അയ്യോ, ചേച്ചി മര്യാദക്ക് കളിച്ചോണ്ടല്ല, ഞാൻ കളിയിൽ മര്യാദക്ക് കളിക്കുന്നുണ്ടാ. മക്കളെ, ഹാ എന്താ അമ്മ? മക്കളെ, മമ്മിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് കുടുംബശ്രീക്ക് പോണം. മമ്മിയോടാണെങ്കിൽ ആ കാര്യം തന്നെ മറന്നുപോയി. ഇപ്പോഴാ ഓർമ്മ വന്നത്. അതന്നെ ഇപ്പൊ സുമാൻറ്റി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് കൊണ്ടാ മമ്മിക്ക് ഓർമ്മ വന്നത്. മമ്മിക്ക് പോവാതിരിക്കാനും പറ്റില്ല, മമ്മിയല്ലേ സെക്രട്ടറി. മമ്മി ഇല്ലാതെ അവിടെ ചർച്ചകളൊന്നും നടക്കില്ല. അതുകൊണ്ട് 1 മണിക്കൂർ മമ്മി വേഗം പോയിട്ട് വരാട്ടോ. ഹാ, അത്രേ ഉള്ളൂ. അതിനെന്തിനാ മമ്മി ടെൻഷൻ അടിക്കണത്? മമ്മി പോയിക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അതല്ലാടാ മക്കളെ, മമ്മിക്ക് ഉച്ചക്ക് കറി വെക്കാനേ സമയം കിട്ടിയില്ലെന്നേ. ഇന്ന് കുറേ പരിപാടി ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ നഗൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ മെഞ്ഞാന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടായിരുന്നില്ലേ, ഞാൻ അതുകൊണ്ട് കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാ. പക്ഷേ സമയം കിട്ടണ്ടേ. മമ്മി ബിരിയാണിയാ? ഷോ, മക്കൾ കൊതിക്കണ്ട, മമ്മി ഉണ്ടാക്കിയിട്ടില്ല. മമ്മിക്ക് സമയം കിട്ടിയില്ലെന്നാ പറഞ്ഞേ. ഞാൻ പോയി വന്നിട്ട് ഉണ്ടാക്കി തരാട്ടോ. അത് നന്നായി. ഹാ, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാക്കും മമ്മി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ വിശക്കും പതിയെടുത്ത് കഴിച്ചോട്ടാ. ഹായ്, നൂഡിൽസ് ഉണ്ടോ? അത് മതി മമ്മി, ഞങ്ങൾക്ക് അത് മതി. മമ്മി ധൈര്യമായിട്ട് പോയിട്ട് വന്നോ, ഞങ്ങൾ വിശക്കും പതിയെടുത്ത് കഴിച്ചോളാം. ഹാ, പിന്നെ മക്കളെ, ഹാ മോളെ പിങ്കി മോളെ, മോളെ ലച്ചു, മമ്മി ഒരു കാര്യം പ്രത്യേകം പറയുന്നു. അടുക്കളത്തെ സിങ്കിന്റെ മോളുണ്ട് മമ്മി ചിക്കൻ എടുത്ത് വെച്ചിട്ട്. മക്കൾ രണ്ടാളും ഒരു കാരണവശാലും അതിൽ പോയി തുടരരുത്. മമ്മി മീറ്റിംഗും കഴിഞ്ഞ് വന്നിട്ട് മക്കൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം. മക്കൾ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് TV കണ്ടോ കളിച്ചോ ഇവിടെ തന്നെ നിന്നോളണം. പിന്നെ ദൈവത്തെ ഓർത്ത് മമ്മിയുടെ 2 മക്കളും ഇടപിടി കൂടരുത്. ദേ, ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് ഈ ഏരിയയിലുള്ള ആൾക്കാർ നിങ്ങൾ ഓടിച്ചു വിടരുത്. അതൊക്കെ പണ്ടല്ലേ അമ്മ, ഇപ്പൊ ഞങ്ങൾ ഡീസന്റ് ആയില്ലേ? ഓവ ഡീസന്റ്, അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ദേ നോക്ക്, മമ്മിക്ക് പോവാൻ സമയമായി. പിന്നെ മമ്മി എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് ചിക്കൻ പോയി തുടരുത്, ആ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് മക്കൾ ഇവിടെ ഇരുന്നോളണം. ആ മമ്മി പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. മമ്മി പറഞ്ഞതൊക്കെ അനുസരിച്ചോളാം. എടി പിങ്കി മോളെ, നീ എന്താ കഴിക്കാത്തേ? എനിക്കൊന്നും വേണ്ട ഈ ഉണക്ക നൂഡിൽസ്. ഉണക്ക നൂഡിൽസാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിന്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ വെറുതെ തിന്നുമ്പോ എന്തോന്നൊരു രസം, ഒരു രുചിയില്ല ഇതിന്. ആഹാ, എന്നാ തമ്പുരാട്ടിക്ക് ഇതിന്റെ കൂടെ 2 ചിക്കൻ ഫ്രൈ തരട്ടെ. ചിക്കൻ ഫ്രൈയാ? ആ അതെ, ചിക്കൻ ഫ്രൈ. നിന്റെ കയ്യില്ലേ, ആ കൈ തന്നെ നീ അങ്ങ് സ്വയം കടിച്ചോ, ആ ചിക്കൻ ഫ്രൈ ആണെന്ന് വിചാരിച്ചിട്ട്. അവർക്ക് ചിക്കൻ ഫ്രൈ വേണം പോലും. ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, എന്തിനാ ഇങ്ങനെ കളിയാക്കണത്? ആടി, ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാം. ലെഗ് പീസ് തന്നെ അതും തരാം. എന്താ
കഴിച്ചില്ല പോലും. നോക്കിക്കോ ചേച്ചി, ഞാൻ തന്നെ ഉണ്ടാക്കി തിന്നു. ആണെടാ മക്കളെ തന്നെ ഉണ്ടാക്കുക. എന്നാ വേഗം ചെല്ലി തന്നെ ഉണ്ടാക്കി പോയി തിന്നോട്ടാ. ഞം 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 ഞം. എന്തൊരു ചൂടാ, എന്തൊരു ചൂടാ. നല്ല ചൂടുണ്ട്. ചിക്കൻ ഫ്രൈയാ. എന്ത് രുചി. നല്ല രുചിയുണ്ട്. ഞം 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 ഞം. തിന്നിട്ട് കൊതി മാറുന്നില്ല. ഏത് പിങ്കിമോളെ, നിനക്ക് എവിടുന്നാ ചിക്കൻ ഫ്രൈ കിട്ടിയത്? എവിടുന്ന് കിട്ടിയെന്നോ? ഇത് ഞാൻ ഉണ്ടാക്കി, അല്ലാണ്ട് പിന്നെ എവിടുന്ന് കിട്ടാനാ? ഉണ്ടാക്കിയെന്നോ? അതിന് നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? വല്ലപ്പോഴേ ഒന്ന് അടുക്കളയിലൊക്കെ കയറണം, എങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുള്ളൂ. പിങ്കിമോളെ ഒന്ന് പറ മോളെ, ചേച്ചിയുടെ മോളല്ലേ, ഇത് എങ്ങനെ ഉണ്ടാക്കി ഒന്ന് പറ മോളെ. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ആണോ? എന്നാ ചേച്ചിക്കും താടി ഒരു പീസ്. ചേച്ചിക്ക് ഒരു കടിയെങ്കിലും താടി. ഒരു കടിയാ? ഇപ്പൊ തരാട്ടാ, ഇപ്പൊ തരാം. ഒരു മിനിറ്റ്. ഞം 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 ഞം. വൗ, ടേസ്റ്റി. പിങ്കി മോളെ ഒന്ന് പോ ചേച്ചി. ഇനിയിപ്പോ ചേച്ചിക്ക് ഒരു കടി വേണമെങ്കിൽ ഇങ്ങ് വാ, ഞാനൊരു കടി വെച്ച് തരാം. അല്ല പിന്നെ ചിക്കൻ ഫ്രൈ വേണം പോലും, ചിക്കൻ ഫ്രൈ. ഒന്ന് പോടി ചേച്ചി അവിടുന്ന്. അല്ല പിന്നെ. ഓഹോ, നീ അത്ര കലടി. നോക്കിക്കൊടി, ഞാൻ ഉണ്ടാക്കും ചിക്കൻ ഫ്രൈ. എനിക്ക് അതിൽ നിന്നൊരു പീസ് പോലും നിനക്ക് ഞാൻ തരില്ല. അവൾക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ഷോ, ഞാൻ ആ പെണ്ണിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിപ്പോ എങ്ങനെ ഉണ്ടാക്കാ? ഒരു ഐഡിയ. മമ്മി ചെയ്യുന്നതുപോലെ ഉപ്പും കുരുമുളകും മുളകൊക്കെ ചേച്ചി ഈ ചിക്കൻ എടുത്ത് ഓവനിൽ കാറ്റാം. അപ്പം നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ റെഡി. ഹോ, അങ്ങനെയെല്ലാം സെറ്റ്. അല്ല, ഇതിപ്പോ എങ്ങനെ ഇതിന്റെ ടൈം സെറ്റ് ചെയ്യുക? നല്ലോണം ക്രിസ്പി ആയിക്കോട്ടെ, അതുകൊണ്ട് ഏറ്റവും കൂടിയ ടൈം സെറ്റ് ചെയ്യാം. എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. അയ്യോ അമ്മേ, ഇതെന്താ അതിൽ നിന്ന് പുക വരുന്നത്? അയ്യോ, ഇതെന്ത് പറ്റി ഇതിന്? മമ്മി മമ്മി ഓടി വാ മമ്മി. അയ്യോ മമ്മി ഓടി വാ, ഓടി വാ. എന്നടാ മക്കളെ, എന്തിനാ നീ ഇങ്ങനെ കരയണത്? അയ്യോ, ഇതെന്തായി കാണുന്നത്? അയ്യോ നീ അമ്മേ നോക്കമ്മേ, നീ ഓവനിൽ നിന്ന് പുക വരണമ്മേ. അയ്യോ, ഇതെന്തോന്നായി പറ്റിയത്? ഇതാരാ ഈ ചിക്കൻ ഇതിന്റെ ഉള്ളിൽ വെച്ചത്? ഇതാകെ കരിഞ്ഞു പോയല്ലോ. മമ്മി സോറി മമ്മി, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കിയതാ, അത് കൊളായി കരിഞ്ഞു പോയി മമ്മി. ചിക്കൻ ഫ്രൈയാ? ലച്ചു, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞില്ലേ ചിക്കനിൽ കൈവെക്കരുതെന്ന്? അത് മമ്മി, ഇവള് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നൂഡിൽസിലൂടെ കഴിച്ചമ്മേ. ഇവള് എനിക്ക് ഒന്നും തന്നില്ല, അതുകൊണ്ട് എനിക്ക് കൊതിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാ മമ്മി ചിക്കൻ ഫ്രൈ. സോറി മമ്മി. നീ പിങ്കി മോളെ, നീ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയോ? ഹേയ്, ഞാൻ ഉണ്ടാക്കില്ല മമ്മി. എനിക്ക് എവിടുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാവുന്നത്? ഞാൻ കഴിച്ചതേ ഇന്നലത്തെ ബാക്കിയുള്ള ഫ്രിഡ്ജിലത്തെ ചിക്കൻ ഫ്രൈ ചൂടാക്കിയിട്ട് കഴിച്ചതാ. കേട്ടോടി, കേട്ടോ? ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ ആ ഉണ്ടായ ചിക്കൻ എടുത്ത് കഴിച്ചപ്പോ? ഇനിയിപ്പോ രാത്രിയെ കരിവാരി തിന്നോ? അതാ നല്ലത്. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്നുണ്ടായിക്കോളും. എന്റെ ദൈവമേ, മഴക്കൊരന്തിയില്ലേ? ഹോ, ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട്. അമ്മക്കെന്തമ്മേ മഴ പെയ്താലേ? ഞാൻ ഇവിടെ മഴ മാറില്ലേന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ മഴ പെയ്താലേ ചൊവ്വാഴ്ച കൂടെ ചിലപ്പോൾ കളക്ടർ അവധി തന്നാലോ? നീ പറഞ്ഞത് ശരിയാ. തിങ്കളാഴ്ച ഗാന്ധി ജയന്തി, ചൊവ്വാഴ്ച കളക്ടറിന്റെ അവധി. ഹായ് പൊളി പൊളി. ആഹാ, കൊള്ളാലോ. അതെ, നാളെയും കൂടി ഇങ്ങനെ മഴ പെയ്താലേ നിങ്ങൾ രണ്ടുപേരും തുണിയില്ലാതെ ഇവിടെ നിൽക്കേണ്ടി വരും. അയ്യോ, തുണിയില്ലാണ്ടോ? അമ്മ എന്തായി പറയുന്നത്? ഒരൊറ്റ തുണി പോലും മുടങ്ങിയിട്ടില്ല. ഞാനിതൊക്കെ എവിടെ ഇട്ട് ഉണക്കാനാണ്? അകത്തെ അയല് മുഴുവൻ നിറഞ്ഞു, ഒരു സാധനം ഇട്ട് ഉണങ്ങിയിട്ടുമില്ല. കറണ്ട് ആണെങ്കിൽ ഏത് നേരം പോയിക്കൊണ്ടിരിക്കുന്നു, ഫാൻ ഇട്ട് ഉണക്കാനും വയ്യ. പിന്നെ ഞാൻ അലക്കിയിട്ട് തന്നെ 2 ദിവസമായി. ഇനിയും ഇങ്ങനെ തന്നെ മഴ പെയ്യാണെങ്കിൽ ഒരൊറ്റ തുണിയില്ല, എല്ലാം നനഞ്ഞു കിടക്കാം. അത് സാരിയില്ല, അവര് ഇട്ടാണെങ്കിലേ ഞങ്ങൾ അലമാരിന്ന് പുറത്ത് പോകുമ്പോൾ ഉടുപ്പിട്ട് ഇവിടെ നിന്നോളാം. അമ്മ എത്ര നാളായി അമ്മ ഞങ്ങൾ മഴത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് മഴത്തോട്ട് ഇറങ്ങിക്കോട്ടമ്മ. അങ്ങനെ നിങ്ങൾ മഴത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടിന്റെ കാൽ ഞാൻ തല്ലി അടിക്കും. ഒന്നാമതേ പെരുമഴ, അതിന്റെ കൂടെ ജലദോഷം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല. അത് സാരമില്ല അമ്മ, ഒരു പ്രാവശ്യം ഇറങ്ങിക്കോട്ടെ ഞങ്ങള്. വേണ്ടാന്ന് പറഞ്ഞാലെന്താ, നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ? ശരി ശരി, മഴ കൊണ്ടതൊക്കെ മതി. ഇനി ഇങ്ങോട്ട് അകത്തോട്ടേക്ക് കയറി വാ. ഇത്രയൊക്കെ കണ്ട് ആസ്വദിച്ചാ മതി. മഴച്ചാറിൽ കൊണ്ടിട്ട് വല്ല ജലദോഷം പിടിക്കും. ഇങ്ങോട്ട് കയറി വരണ്ടോ? എടി, നീ പറഞ്ഞത് ശരിയാ. നമ്മൾ എത്ര നാളെ മഴ തിറങ്ങിയിട്ട്? എങ്ങനെയാ നമ്മളൊന്ന് മഴ തിറങ്ങാ? മഴ തിറങ്ങി കുളിക്കാൻ കൊതിയാവുന്നു. ഞാനും അതിനെപ്പറ്റി തന്നെ ആലോചിക്കുന്നത്. എങ്ങനെയാ നമ്മളൊന്ന് മഴ തിറങ്ങുക? മഴ തിറങ്ങാൻ അമ്മ സമ്മതിക്കില്ലല്ലോ. മഴ തിറങ്ങാൻ എന്താണ് ഒരു വഴി? മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് അമ്മ എങ്ങും പോകില്ല. കടയിലോ അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെയും പോകില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും മഴ തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ആഗ്രഹം അങ്ങ് മറക്കാം. അതിന് എന്റെ കയ്യിലൊരു വഴിയുണ്ട്.
നമുക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയെ കൊണ്ട് എന്തെങ്കിലും അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കിക്കാം. നമുക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു കേട്ടാൽ അമ്മ എന്തായാലും അത് ഉണ്ടാക്കാൻ പോകും. അമ്മ അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മഴയത്ത് ഇറങ്ങാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ വേറെ എന്തെങ്കിലും ഐഡിയ പറ. എന്നാ പിന്നെ ഉച്ചവരെ കാത്തിരുന്നേ മതിയാകൂ. ഉച്ച കഴിഞ്ഞാലേ അമ്മ ഊണം കഴിച്ചിട്ട് എന്തായാലും ഒരു ഉറക്കുറങ്ങും. അമ്മ ഉറങ്ങുന്ന സമയത്തെ നമുക്ക് ആരും അറിയാതെ മഴയത്തിറങ്ങാം. എന്നിട്ട് ആ നനഞ്ഞ ഉടുപ്പൊക്കെ നമുക്ക് തന്നെ കഴുകിയിട്ടാ പോരെ? അത് നല്ല ഐഡിയ ആണല്ലോ. എങ്ങനെയെങ്കിലും അമ്മയെ ഉച്ച കഴിഞ്ഞ് ഉറക്കണം. പക്ഷെ എല്ലാ ദിവസവും അമ്മ ഉറങ്ങാറില്ല. ചില ദിവസം മാത്രമല്ലേ ഉറങ്ങൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഉറങ്ങും. അമ്മ എന്തായാലും ഉറങ്ങും. കാരണം ഇത്രയും നല്ല മഴ പെയ്യുകയല്ലേ. ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ നല്ല രസമുണ്ടാകും. കുഞ്ഞാവേ, കുഞ്ഞാത്തെ, നിങ്ങൾ നവത്തോട്ടേക്ക് വരുന്നുണ്ടോ? ആ വരൂ അമ്മേ. നീയല്ലേ പറഞ്ഞ ഉച്ച കഴിഞ്ഞ് അമ്മ ഉറങ്ങുമെന്ന്? ദേ ഇരുന്ന് ബുക്ക് വായിക്കുന്നു. അതാ ഞാനും ആലോചിക്കുന്നത്. അമ്മ എന്താ ഉറങ്ങാത്തത്? ഷോ, മഴയാണെങ്കിൽ ഇപ്പൊ കയ്യും. എന്താണ് രണ്ടും കൂടെ ഒരു സംസാരം? എന്ത് പറ്റി? അതെ അമ്മേ, ഇവള് പറയാ അമ്മ എന്താ ഒരിക്കലും റെസ്റ്റ് എടുക്കാത്തേന്ന്. ജോലിയൊക്കെ കഴിഞ്ഞല്ലേ, അതാ ഇവ ഇങ്ങനെ പറഞ്ഞത്. അതിനിപ്പോ ഞാൻ വെറുതെ ഇരിക്കല്ലേ, വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അതല്ല, അമ്മ എന്താ ഉച്ച കഴിഞ്ഞ് ഉറങ്ങാത്തെ? അമ്മ എത്ര മണിക്ക് എഴുന്നേറ്റതാ? രാവിലെ എഴുന്നേറ്റതല്ലേ? എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, അച്ഛനെ ജോലിക്ക് പറഞ്ഞയച്ചു, ലഞ്ച് ഉണ്ടാക്കി, എന്നിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അമ്മ തളർന്നില്ലേ? അമ്മ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്തൂടെ? എനിക്കപ്പോ ഈ വീട്ടിൽ ഇത്രയും ജോലി ഉണ്ടെന്ന് രണ്ടുപേർക്കും അറിയാലേ? അറിയാഞ്ഞിട്ടൊന്നുമല്ലേ എന്നെ സഹായിക്കാൻ വരാത്തത്? ആ ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്കിപ്പോ ബുക്ക് വായിക്കണം. എല്ലാ ദിവസവും ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ലല്ലോ. അത് മാത്രമല്ല, പകലൊന്നും കിടന്നുറങ്ങുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഈ ബുക്കൊക്കെ ഞാൻ കുറെ നാളായി വായിച്ചിട്ട്. ബുക്കൊക്കെ പിന്നെ വായിക്കാം. അമ്മ ഒന്ന് പോയി കിടന്നുറങ്ങ്. ഞാൻ ഉറങ്ങാതിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്തോളാം. അതിനൊക്കെ നിനക്കിപ്പോ എന്താ? എന്റെ പൊന്നമ്മ, അമ്മ ഇപ്പൊ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ സന്ധ്യ അമ്മ തുടങ്ങും. ഞാൻ ആ ജോലി ചെയ്തു, ഞാൻ ഈ ജോലി ചെയ്തു, അതൊക്കെ ഞങ്ങൾ തന്നെ കേൾക്കണ്ടേ? ഇപ്പൊ കിടന്നുറങ്ങിയാൽ നമുക്ക് കുറച്ചെങ്കിലും റെസ്റ്റ് കിട്ടില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. അത് നേരാ. ജോലിയൊന്നും ഇല്ലെങ്കിൽ അമ്മ വേറെ എന്തെങ്കിലും ചെയ്തോണ്ട് നിൽക്കും. എന്നിട്ട് സന്ധ്യ ആകുമ്പോൾ അമ്മ ഞങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് ജോലി ചെയ്തു, എന്നെ അവിടെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് അമ്മ ഒന്ന് പോയി കിടന്നുറങ്ങാൻ. എന്താണ് രണ്ടിന്റെയും ഉദ്ദേശം? സത്യം പറ. എന്നെ ഉറക്കി കിടത്തിയിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാനോ? എന്ത് പ്ലാൻ? ഞങ്ങൾക്ക് എന്ത് പ്ലാൻ? ഞങ്ങൾക്ക് അമ്മ റെസ്റ്റ് എടുത്ത് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ, എന്ത് സ്നേഹമുള്ള മക്കള്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇത്രയും പറഞ്ഞതല്ല. ഞാൻ കുറച്ചു നേരം പോയി കിടന്നുറങ്ങാം. എന്താ പ്ലാൻ ഉണ്ടല്ലോ ഇവൾമാർക്ക്. എന്തായാലും അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എടി കുഞ്ഞാറ്റെ, നീ നോക്ക്, അമ്മ ഉറങ്ങാൻ പോയി. ഇനി ഒരു 1.5 മണിക്കേക്ക് അമ്മയെ നോക്കണ്ട. അമ്മ ബോധം കിട്ട് ഉറങ്ങിക്കോളാം. വെളുപ്പിനെങ്ങാൻ എഴുന്നേറ്റതല്ലേ. എന്നാ നമുക്ക് പുറത്തേക്ക് ഓടാം, എന്നിട്ട് മഴ നനയാം. എടി മണ്ടി, അമ്മ എങ്ങാൻ ജനൽ കൂടെ നോക്കിയാൽ ആ പുറത്ത് റെഡിക്കും കാണും. നമുക്ക് ആ സൈഡിലെങ്ങാൻ പോയിട്ട് മഴ നനയാം. എങ്കിൽ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആ കുളത്തിന്റെ സൈഡിൽ പോകാം. അവിടെ നിന്ന് മഴ നനയാം. അപ്പൊ അമ്മ കാണില്ല. എന്നാ വേഗം വാ. ഹായ്, എന്ത് രസാ. അതെ, എത്ര നാളായില്ലേ നമ്മൾ മഴ നനഞ്ഞിട്ട്. ആഹാ. മഴ വന്നാൽ പപ്പിക്കുടാ. മഴ പെയ്തേ മുറ്റം നിറയെ മഴ പെയ്തേ കുളം നിറയെ മഴ പെയ്തേ. ചിങ്കി ചിക്ക ലാല. അത് ശരി, എന്നെ ഉറക്കി കിടത്തിയിട്ട് ഇതാണല്ലേ പരിപാടി? എനിക്കറിയാടി നിന്റെയൊക്കെ കളത്രം. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉറങ്ങാൻ പോകുന്നത് പോലെ അഭിനയിച്ചതാ. അയ്യോ അമ്മ ഒന്നും ചെയ്യില്ല, ഞങ്ങൾ വെറുതെ തമാശക്ക്. നിന്റെയൊക്കെ ഒരു തമാശ ഞാൻ കാണിച്ചു തരാം. ദൈവം, ഇവിടെ ഒരു വടിയുള്ളത്. രണ്ടിനെ ചന്തിക്കിട്ട് ഞാൻ പെടപെടക്കണുണ്ട്. ഇവളൊക്കെ ഇന്ന് ശരിയാക്കണം. ആവശ്യത്തിന് നോക്കിയാൽ ഒരു വടിയും കാണില്ല. എടി കുഞ്ഞാറ്റെ, ഓടിക്കോ. ഓടി നീയൊക്കെ. ഓടിയാലും എവിടെ വരെ നിങ്ങളൊക്കെ ഓടും? വീട്ടിലോട്ട് തന്നെയല്ലേ വരുന്നത്? കാണിച്ചു തരാ രണ്ടിനും. വാ ഇങ്ങോട്ട്. അയ്യോ അമ്മ, ഒന്നും ചെയ്യല്ലേ. ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോവേ. പോത്ത് പോലെ വളർന്നു. എന്നിട്ട് രണ്ടിന്റെ ഒരു കാര്യം. എന്തായിരുന്നു ചെറുതിലൊക്കെ എത്ര മഴ നനഞ്ഞതാ. ഇപ്പൊ അതൊക്കെ മറന്നു. എന്തായാലും കുട്ടികൾ പോയല്ലോ. ഇനി ചെറുതായിട്ടൊന്ന് മഴ നനയാം. പ്രണയമണിത്തൂവൽ പോലൊരു പവിഴമഴ, അഴകിൽ കൂടി അഴകി വിരിഞ്ഞൊരു വർണ്ണമഴ. ഓടടി രണ്ടു മകത്തോട്ട്. സമയം ഇന്ന് ഒരുപാട് വൈകിയല്ലോ. ദൈവമേ, സമയം 12 മണിയായി. ഇനി എപ്പോഴാ ഞാൻ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കുന്നത്? അതെങ്ങനെയാ? സ്കൂള് പൂട്ടിയാൽ മുതൽ പിള്ളേരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലാതല്ലേ ഉള്ളത്. ആ ലച്ചു ഹോസ്റ്റലിൽ നിന്ന് വന്നത് മുതൽ എന്റെ ഒരു പണിയും നടക്കണില്ല. ഇനിയിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടല്ലോ. ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കുക? ഇതുകൊണ്ട് ചിക്കൻ നിർത്തി പൊരിച്ചാലോ? വേണ്ട. ഇനിയിപ്പോ എല്ലാരും കൂടെ എന്നെ നിർത്തി പൊരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കുഴിമന്തി ഉണ്ടാക്കിയാലോ? അതാവും പിള്ളേർക്കും ഇഷ്ടപ്പെടും. അയ്യോ, അല്ലെങ്കിൽ പിന്നെ അതും വേണ്ട.
എന്നിട്ട് വേണം നന്നായിട്ടില്ലെങ്കിൽ പിള്ളേർക്ക് എന്നെ കുഴിയിലിട്ട് മൂടാൻ. ഷോ, ഇതുകൊണ്ടിപ്പോ ഞാൻ എന്തോന്ന് ഉണ്ടാക്കുക? സമയമാണെങ്കിൽ ഒരുപാട് വൈകുകയും ചെയ്തല്ലോ. വേഗം കയ്യിൽ എന്ത് റെസിപ്പിയാ ഉള്ളത്? ആ, ഒരു കാര്യം ചെയ്യാം. കുക്കറിലെ ഒരു തട്ടിക്കൂട്ടി കുക്കർ ബിരിയാണി വെക്കാം. അതാവുമ്പോഴേ വേഗം പണി കഴിയും ചെയ്യും, 2 പേർക്കും ഇഷ്ടവുമാണ്. ബിരിയാണിന് കേട്ടാ പിന്നെ 2നും അത് മതി. എന്തായാലും അത് വെക്കാം. അതാവുമ്പോഴേ വേഗം എന്റെ ജോലിയും തീരും. ഹലോ, ഇവിടെ ആരും ഇല്ലേ? കമലേ, കമലേ, ഇവിടെ ആരും ഇല്ലേ? അതാരാ ഈ നേരത്ത്? വാ വാ, കേറി വാ, ആരായാലും. കമലേ, ഇത് ഞാനാടി. ആരിത്? സുമയോ? ഞാനങ്ങ് പേടിച്ചു പോയി ഈ സമയത്ത് ഇതാരാണെന്ന് വിചാരിച്ചിട്ട്. അതെന്താ നീ പുറകുവശത്തൂടെ വന്നത്? അതോ, ഞാൻ മുൻവശത്ത് കൂടെ തന്നെയാ വന്നത്. പക്ഷെ അവിടെ വാതിലടച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പുറകിലോട്ട് വന്നത്. ബുദ്ധിമുട്ടോ? എന്തോന്ന് ബുദ്ധിമുട്ട്? അല്ല കമലേ, നീ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? ഇപ്പൊ എന്തിനാ നീ കോഴീനെ നോക്കിയിരിക്കണത്? കോഴീനെ നോക്കിയിരിക്കണതല്ല പെണ്ണെ, ഞാനേ ഉച്ചക്കൊക്കെ കറി വെക്കാൻ നോക്കിയായിരുന്നു. കറി വെക്കാനോ? അതും ഇപ്പോഴോ? നീ കറിയും വെച്ചിരുന്നാലേ അപ്പൊ നീ എപ്പോ റെഡി ആവാനാ? പിന്നെ ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് കറി വെക്കേണ്ടത്? ഉച്ചക്കുള്ള കറിയാ ഞാൻ വെക്കാൻ നോക്കുന്നത്. അതല്ല, നീ കുറെ നേരമായല്ലോ റെഡി ആവണ കാര്യം പറയണോ. ഇതെവിടെ പോവാനാ? ദേ കമലേ, നീ കളിക്കല്ലാട്ടോ. അപ്പൊ നിന്നോട് ഇന്നലെ രാത്രി വരെ വിളിച്ചു പറഞ്ഞ് നിന്നോട് മറന്നുപോയോ? ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രി നീ എന്ത് പറഞ്ഞെന്നായി പറയണത്? അയ്യോ, സോറി സുമേ, എന്നോട് മറന്നു പോയതാടി. ഇന്നലെ നമ്മുടെ കുടുംബശ്രീയുടെ മീറ്റിംഗ്. ഭാഗ്യം, ഇപ്പോഴെങ്കിലും നിനക്ക് ഓർമ്മ വന്നല്ലോ. സുമേ, എന്നോട് മറന്നു പോയടി. എന്റെ പണിയൊന്നും കഴിഞ്ഞില്ല. ഈ പിള്ളേരെ വെക്കേഷനായിട്ട് ഇവിടെ ഇരിക്കണതുകൊണ്ട് എന്റെ ഒരു പണിയും നടക്കണില്ലടി. എല്ലാ വീട്ടിലും ഇതന്നെ അവസ്ഥ. ഷോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ചിക്കനൊക്കെ കറി വെക്കാൻ നിന്നാലേ എന്റെ ഉള്ള സമയം കൂടെ വൈകും. തൽക്കാലം ഉച്ചക്ക് എന്താ കുട്ടിയൊക്കെ കഴിക്കാൻ കൊടുക്ക? മക്കൾക്ക് നൂഡിൽസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ചിക്കൻ ഞാൻ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അതാ നല്ലത്. നീ വലിയ സെക്രട്ടറി ഒക്കെ ആയിട്ടേ സമയത്ത് ചെന്നില്ലെങ്കിലേ അവിടുത്തെ പെണ്ണുങ്ങൾ വിളിച്ച് നിന്നെ കളിയാക്കും. ആടി സുമേ, ഷോ, ഇതിലും വലിയ നാണക്കേട് വേറെ ഇല്ല. സുമേ, നീ ഒരു കാര്യം ചെയ്യ്, നീ അകത്തോട്ട് പോയിരിക്കും. ഞാൻ മക്കൾക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. ശരി, പെട്ടെന്ന് ആവണം കേട്ടോ, ലേറ്റ് ആവല്ലേ. ഇല്ല പൊന്നോ, ഞാൻ വേഗം സ്പീഡ് ആക്കട്ടെ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ദേ ചേച്ചി, കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് മര്യാദ കിട്ടിയല്ല കേട്ടോ. എടി പീക്കിരി, നിനക്ക് കളി അറിയാത്തതിനെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? പിന്നെ കള്ളക്കളി. ആരടി കള്ളക്കളി? നീ ഇന്ന് അവരെന്റെ കൂടെ കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ടോടി? എന്നിട്ട് കള്ളക്കളി പോലും വേണമെങ്കിൽ പിടിച്ചോ. പിടിച്ചോ പിടിച്ചോ. പിടിച്ചേ. കണ്ടാ കണ്ടാ, ഇപ്പൊ കണ്ടാ നീ? ഞാൻ മര്യാദക്കല്ലേ ഇട്ടാന്നത്, അതുകൊണ്ടല്ലേ നിനക്ക് പിടിക്കാൻ പറ്റിയത്. അയ്യോ, ചേച്ചി മര്യാദക്ക് കളിച്ചിട്ടുണ്ടല്ല, ഞാൻ കളിയിൽ മര്യാദക്ക് കളിക്കുന്നുണ്ടാ? മക്കളെ, എന്താ അമ്മ? മക്കളെ, മമ്മിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് കുടുംബശ്രീക്ക് പോണം. മമ്മിയോടാണെങ്കിൽ ആ കാര്യം തന്നെ മറന്നുപോയി. ഇപ്പോഴാ ഓർമ്മ വന്നത്. അതന്നെ ഇപ്പൊ സുമാൻറ്റി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് കൊണ്ടാ മമ്മിക്ക് ഓർമ്മ വന്നത്. മമ്മിക്ക് പോവാതിരിക്കാനും പറ്റില്ല, മമ്മിയല്ലേ സെക്രട്ടറി. മമ്മി ഇല്ലാതെ അവിടെ ചർച്ചകളൊന്നും നടക്കില്ല. അതുകൊണ്ട് 1 മണിക്കൂർ മമ്മി വേഗം പോയിട്ട് വരാട്ടോ. അത്രേ ഉള്ളൂ. അതിനെന്തിനാ മമ്മി ടെൻഷൻ അടിക്കണത്? മമ്മി പോയിക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അതല്ലാടാ മക്കളെ, മമ്മിക്ക് ഉച്ചക്ക് കറി വെക്കാനേ സമയം കിട്ടിയില്ലെന്നേ. ഇന്ന് കുറേ പരിപാടി ഉണ്ടായിരുന്നില്ലേ? നമ്മൾ അതൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ മെഞ്ഞാന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അതുകൊണ്ട് കുക്കറിലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാ. പക്ഷേ സമയം കിട്ടണ്ടേ? മമ്മി ബിരിയാണിയാ? മക്കൾ കൊതിക്കണ്ട, മമ്മി ഉണ്ടാക്കിയിട്ടില്ല. മമ്മിക്ക് സമയം കിട്ടിയില്ലെന്നാ പറഞ്ഞേ. ഞാൻ പോയി വന്നിട്ട് ഉണ്ടാക്കി തരാട്ടോ. അത് നന്നായി. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ആക്കും മമ്മി ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ വിശക്കും മതിയെടുത്ത് കഴിച്ചോട്ടാ. ഹായ്, ന്യൂഡിൽസ് ഉണ്ടോ? അത് മതി മമ്മി, ഞങ്ങൾക്ക് അത് മതി. മമ്മി ധൈര്യമായിട്ട് പോയിട്ട് വന്നോ, ഞങ്ങൾ വിശക്കും മതിയെടുത്ത് കഴിച്ചോളാം. പിന്നെ മക്കളെ, മോളെ പിങ്കി മോളെ ലച്ചു, മമ്മി ഒരു കാര്യം പ്രത്യേകം പറയുന്നു. അടുക്കളത്തെ സിങ്കിന്റെ മോളുണ്ട് മമ്മി ചിക്കൻ എടുത്ത് വെച്ചിട്ട്. മക്കൾ 2 ആളും ഒരു കാരണവശാലും അതിൽ പോയി തൊടരുത്. മമ്മി മീറ്റിംഗും കഴിഞ്ഞ് വന്നിട്ട് മക്കൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം. മക്കൾ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് TV കണ്ടോ കളിച്ചോ ഇവിടെ തന്നെ നിന്നോളണം. പിന്നെ ദൈവത്തെ ഓർത്ത് മമ്മിയുടെ 2 മക്കളും ഇടപിടി കൂടരുത്. ദേ, ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് ഈ ഏരിയയിലുള്ള ആൾക്കാർ നിങ്ങൾ ഓടിച്ചു വിടരുത്. അതൊക്കെ പണ്ടല്ലേ അമ്മ, ഇപ്പൊ ഞങ്ങൾ ഡീസന്റ് ആയില്ലേ? ഡീസന്റ്, അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ദേ നോക്ക്, മമ്മിക്ക് പോവാൻ സമയമായി. പിന്നെ മമ്മി എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് ചിക്കൻ പോയി തുടരുത്, ആ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് മക്കൾ ഇവിടെ ഇരുന്നോളണം. മമ്മി പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. മമ്മി പറഞ്ഞതൊക്കെ അനുസരിച്ചോളാം. എടി പിങ്കി മോളെ, നീ എന്താ കഴിക്കാത്തേ? എനിക്കൊന്നും വേണ്ട
നൂഡിൽസ്. ഉണക്ക നൂഡിൽസാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിന്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ വെറുതെ തിന്നുമ്പോ എന്തോന്നൊരു രസം, ഒരു രുചിയില്ല ഇതിന്. എന്നാ തമ്പുരാട്ടിക്ക് ഇതിന്റെ കൂടെ 2 ചിക്കൻ ഫ്രൈ തരട്ടെ. അമ്മേ, ചിക്കൻ ഫ്രൈയാ? ആ അതെ, ചിക്കൻ ഫ്രൈ. നിന്റെ കയ്യില്ലേ, ആ കൈ തന്നെ നീ അങ്ങ് സ്വയം കടിച്ചോ, ആ ചിക്കൻ ഫ്രൈ ആണെന്ന് വിചാരിച്ചിട്ട്. അവൾക്ക് ചിക്കൻ ഫ്രൈ വേണം പോലും. ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, എന്നെന്തിനാ ഇങ്ങനെ കളിയാക്കണത്? ആടി, ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാം. ലെഗ് പീസ് തന്നെ അതും തരാം. എന്താ, മതിയോ? പെണ്ണിന് നൂഡിൽസ് തിന്നാൻ പറ്റില്ല പോലും. നോക്കിക്കോ ചേച്ചി, ഞാൻ തന്നെ ഉണ്ടാക്കി തിന്നു. ആനടാ മക്കളെ തന്നെ ഉണ്ടാക്കുക. എന്നാ വേഗം ചെല്ലി തന്നെ ഉണ്ടാക്കി പോയി തിന്നോട്ടാ. എന്തൊരു ചൂടാ, എന്തൊരു ചൂടാ. നല്ല ചൂടുണ്ട്. ചിക്കൻ ഫ്രൈയാ? എന്ത് രുചി, നല്ല രുചിയുണ്ട്. തിന്നിട്ട് കൊതി മാറുന്നില്ല. പിങ്കിമോളെ, നിനക്ക് എവിടെ ചിക്കൻ ഫ്രൈ കിട്ടിയത്? എവിടുന്ന് കിട്ടിയെന്നോ? ഇത് ഞാൻ ഉണ്ടാക്കി, അല്ലാണ്ട് പിന്നെ എവിടുന്ന് കിട്ടാനാ? ഉണ്ടാക്കിയെന്നോ? അതിന് നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? വല്ലപ്പോഴേ ഒന്ന് അടുക്കളയിലൊക്കെ കയറണം, എങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുള്ളൂ. പിങ്കിമോളെ ഒന്ന് പറ മോളെ, ചേച്ചിയുടെ മോളല്ലേ, ഇത് എങ്ങനെ ഉണ്ടാക്കി ഒന്ന് പറ മോളെ. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ആണോ? എന്നാ ചേച്ചിക്കും താടി ഒരു പീസ്. ചേച്ചിക്ക് ഒരു കടിയെങ്കിലും താടി. ഒരു കടിയാ? ഇപ്പൊ തരാട്ടാ, ഇപ്പൊ തരാം, ഒരു മിനിറ്റ്. പിങ്കി മോളെ ഒന്ന് പോ ചേച്ചി. ഇനിയിപ്പോ ചേച്ചിക്ക് ഒരു കടി വേണമെങ്കിൽ ഇങ്ങ് വാ, ഞാനൊരു കടി വെച്ച് തരാം. അല്ല പിന്നെ ചിക്കൻ ഫ്രൈ വേണം പോലും, ചിക്കൻ ഫ്രൈ. ഒന്ന് പോടി ചേച്ചി അവിടുന്ന്. അല്ല പിന്നെ. ഓഹോ, നീ അത്ര കലടി. നോക്കിക്കൊടി, ഞാൻ ഉണ്ടാക്കും ചിക്കൻ ഫ്രൈ. എനിക്ക് അതിൽ നിന്നൊരു പീസ് പോലും നിനക്ക് ഞാൻ തരില്ല. അവൾക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ഞാൻ ആ പെണ്ണിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിപ്പോ എങ്ങനെ ഉണ്ടാക്കാ? ഒരു ഐഡിയ. മമ്മി ചെയ്യുന്നതുപോലെ ഉപ്പും കുരുമുളകും മുളകൊക്കെ ചേച്ചി ഈ ചിക്കൻ എടുത്ത് ഓവനിൽ കാറ്റാം. അപ്പം നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ റെഡി. അങ്ങനെയെല്ലാം സെറ്റ്. അല്ല, ഇത് പെണ്ണിന് ഇതിന്റെ ടൈം സെറ്റ് ചെയ്യുക. നല്ലോണം ക്രിസ്പി ആയിക്കോട്ടെ, അതുകൊണ്ട് ഏറ്റവും കൂടിയ ടൈം സെറ്റ് ചെയ്യാം. എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. അയ്യോ അമ്മേ, ഇതെന്താ അതിൽ നിന്ന് പുക വരുന്നത്? അയ്യോ, ഇതെന്ത് പറ്റി ഇതിന്? മമ്മി മമ്മി ഓടി വാ മമ്മി. അയ്യോ മമ്മി ഓടി വാ, ഓടി വാ. എന്താടാ മക്കളെ, എന്തിനാണ് ഇങ്ങനെ കരയണത്? അയ്യോ, ഇതെന്തായി കാണുന്നത്? അയ്യോ നീ അമ്മേ നോക്കമ്മേ, നീ ഓവനിൽ നിന്ന് പുക വരണമ്മേ. അയ്യോ, ഇതെന്തോന്നായി പറ്റിയത്? ഇതാരാ ഈ ചിക്കൻ ഇതിന്റെ ഉള്ളിൽ വെച്ചത്? ഇതാകെ കരിഞ്ഞു പോയല്ലോ. മമ്മി സോറി മമ്മി, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കിയതാ, അത് കൊളായി കരിഞ്ഞു പോയി മമ്മി. ചിക്കൻ ഫ്രൈയാ? ലച്ചു, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞില്ലേ ചിക്കനിൽ കൈവെക്കരുതെന്ന്. അത് മമ്മി, ഇവള് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നൂഡിൽസിലൂടെ കഴിച്ചമ്മേ. ഇവള് എനിക്ക് ഒന്നും തന്നില്ല, അതുകൊണ്ട് എനിക്ക് കൊതിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാ മമ്മി ചിക്കൻ ഫ്രൈ. സോറി മമ്മി. നീ പിങ്കി മോളെ, നീ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയോ? ഹേയ്, ഞാൻ ഉണ്ടാക്കില്ല മമ്മി. എനിക്ക് എവിടുന്നാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാവുന്നത്? ഞാൻ കഴിച്ചതേ ഇന്നലത്തെ ബാക്കിയുള്ള ഫ്രിഡ്ജിലത്തെ ചിക്കൻ ഫ്രൈ ചൂടാക്കിയിട്ട് കഴിച്ചതാ. കേട്ടോടി കേട്ടോ, ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ ആ ഉണ്ടായ ചിക്കൻ എടുത്ത് കഴിച്ചപ്പോ? ഇനിയിപ്പോ രാത്രിയെ കരിവാരി തിന്നോ? അതാ നല്ലത്. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്നുണ്ടായിക്കോളും. മമ്മി, ദോശ റെഡിയായോ? നിക്ക് കൊച്ചേ, ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നിക്ക്, ഇപ്പൊ ചൂടാട്ടോ. അപ്പൊ ഇതുവരായിട്ട് ചുട്ടില്ലേ? ഇല്ല മക്കളെ, അമ്മ ഫ്രിഡ്ജിൽ നിന്ന് ദോശ എടുത്ത് ഇപ്പല്ലേ പുറത്ത് വെച്ചിരിക്കണത്. അത് തണുപ്പ് പോകാൻ വേണ്ടിട്ട് കുറച്ചേരം പുറത്ത് വെച്ചതാ. ഇപ്പൊ ചുട്ടേരാവേ. മമ്മി ഇപ്പൊ 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിട്ട് ഇപ്പൊ 1/2 മണിക്കൂറായി. ഒന്ന് വേഗം ചുട്ടേരോ. മമ്മി, ആദ്യത്തെ ദോശ എനിക്ക് കിട്ടോ? കൊള്ളാലോ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി കേട്ടോ. അതെന്തിനാ ഞാൻ പള്ളിയിൽ പോയി പറയണത്? മമ്മിയല്ലേ ദോശ ചുടുന്നത്, അതുകൊണ്ട് എനിക്ക് മമ്മിയോട് പറഞ്ഞാ പോരെ. അയ്യോ, വലിയ തമാശ. പിന്നെ ചിരിക്കാൻ കേട്ടോ. പിന്നെ നീ ചിരിച്ചേക്കണേ. പിന്നെ എനിക്ക് ഇയാളുടെ തമാശയായിട്ട് ചിരിക്കലല്ലേ പണി. ഒന്ന് പോയ അവിടുന്ന്. എടി പിങ്കി, എന്താടി ലച്ചു? നീ എന്താടി ഇപ്പൊ വിളിച്ചേ? എന്തേ, ഇയാൾക്ക് ചെവിയും കേൾക്കൂലേ? ലച്ചൂന്ന്. മമ്മി, ദേ പിങ്കി നോക്ക്, അവളുടെ പേരിട്ട് വിളിക്കുന്നു. നീ പിങ്കി മോളെ, ഞാൻ അങ്ങോട്ട് വന്നാൽ നല്ല തല്ല് കൊള്ളും കേട്ടോ. മിണ്ടാതിരിക്കണുണ്ടോ അവിടെ?
കാണിക്കും. നീ എന്ത് ചെയ്യും? ചേച്ചി വേണ്ട, നിർത്തിക്കോ, നല്ലതിനല്ല, പറഞ്ഞേക്കാം. തന്നെ ആഹാ, എടി ചേച്ചി. മക്കളെ, എന്താ അവിടെ ഒരു സൗണ്ട്? അയ്യോ, എന്റെ പല്ല് പോയേ. പോയേ, എന്റെ പല്ല് പോയേ. മമ്മി. അയ്യോ ചേച്ചി, കരയില്ല ചേച്ചി, മമ്മി ഇപ്പൊ വരും. അയ്യോ ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റില്ല ചേച്ചി, കരയില്ല ചേച്ചി. ഞാൻ മെല്ലെ പറഞ്ഞത്, അതിന് മാത്രം ചേച്ചിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചേച്ചി ഇങ്ങനെ കരയല്ലേ, അമ്മ ഇപ്പൊ ഇങ്ങ് വരും. അമ്മ വന്ന് എനിക്ക് നല്ല തല്ല് കൊള്ളും. ചേച്ചി കരയല്ലേ, പ്ലീസ് ചേച്ചി, നല്ല ചേച്ചിയല്ലേ. ചേച്ചി കയ്യൊന്ന് എടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ എന്തൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന്. മാറടി. അയ്യോ, അയ്യോ, എന്റെ തല പൊട്ടിച്ചു ചേച്ചി. അയ്യോ, പിങ്കി മോളെ നീ ഇങ്ങനെ വീണേ? മനഃപൂർവ്വം തലയിടാൻ ചെയ്തിട്ട് എങ്ങനെയാ വീണേന്നോ? അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാട്ടോ. മമ്മി. എന്തുവാ പിള്ളേരെ ഇവിടെ ഒരു ബഹളം? അച്ചച്ചോ, പിങ്കി മോളെ എന്തിനാ ഇങ്ങനെ കരയണത്? മമ്മി, നീ ചേച്ചി എന്നെ തലയിട്ടിട്ട് എന്റെ തല പൊട്ടിച്ചു മമ്മി. തല പൊട്ടിച്ചെന്നോ? എങ്ങനെ? അത് പിന്നെ മമ്മി ചുട്ട ആദ്യത്തെ ദോശയെന്ന് അത് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന് ചേച്ചി എന്നെ തല്ലിയിട്ടിട്ട് എന്റെ തല പൊട്ടിച്ചു മമ്മി. മമ്മി എന്തിനിപ്പോ എന്നെ തല്ലിയത്? പിന്നെ തല്ലാണ്ട് മടിയിലിട്ട് ലാളിക്കണോ? ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് കുറ്റങ്ങൾ കൂടുന്നുണ്ട് ലച്ചു. നീ എന്തിനാണ് അവളെ തല തല്ലി പൊട്ടിച്ചത്? മമ്മി കാര്യം അറിയത് തല്ലരുത് കേട്ടോ. ആദ്യം അവൾ ആ പ്ലേറ്റ് എറിഞ്ഞിട്ട് എന്റെ പല്ല് പൊട്ടിച്ചേ. അതിന് അവൾ എന്നെ സമാധാനിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ അവളുടെ കൈ മെല്ലെ തട്ടി വിട്ടതേ ഉള്ളൂ. അവൾ തന്നാലേ പോയി വീണതാ, അല്ലാതെ ഞാനെങ്ങാനും തള്ളിയിട്ടതല്ല. എന്നിട്ട് മമ്മി എന്നെ തല്ലുകയാണോ? പപ്പ വിളിക്കുമ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ, രണ്ടാളും ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. എന്തോന്ന് പല്ല് പൊട്ടിക്കുക? നോക്കട്ടെ. അച്ചച്ചോ, പിങ്കി മോളെ, എന്താ പിങ്കി മോളെ ഇത്? മമ്മി, ചേച്ചിയുടെ പല്ലൊന്നും പൊട്ടിയിട്ടില്ല മമ്മി, അവള് വെറുതെ പറയാ. ഞാൻ വെറുതെ പ്ലേറ്റ് എടുത്തൊന്ന് എറിഞ്ഞുള്ളൂ, അല്ലാതെ അവളുടെ പല്ലൊന്നും പൊട്ടിയിട്ടില്ല. അതവളുടെ ആദ്യം പൊട്ടിയ പല്ല. പ്ലേറ്റ് എടുത്ത് എറിഞ്ഞതും പോരാ, ആദ്യം പൊട്ടിയ പല്ല അവസാനം പൊട്ടിയ പല്ല വന്ന് ന്യായീകരിക്കുന്നവള്. ആ പ്ലേറ്റ് ഞാൻ അവളുടെ കണ്ണിലിട്ട് കൊണ്ടിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നടി? അവളുടെ കണ്ണിന്റെ കാഴ്ച പോയി നീ കണ്ണിന്റെ കാഴ്ച കൊടുക്കോ? മമ്മി, അതിന് കണ്ണിലൊന്നും തട്ടിയില്ലല്ലോ മമ്മി. ഓ, അപ്പൊ കണ്ണിൽ തട്ടാനിട്ടാണോ നിനക്ക് പ്രശ്നം? അങ്ങനെയൊന്നല്ല മമ്മി. പിന്നെ എങ്ങനെയാണ്? അല്ലെങ്കിൽ മമ്മിക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഓള് തല്ലിട്ടെന്ന് പറഞ്ഞപ്പോ മമ്മി വന്നിട്ട് എന്നെ തല്ലി. ഞാനിപ്പോ എന്റെ പല്ല് പൊട്ടിയത് തെളിവ് സഹിതം കാണിച്ചിട്ട് മമ്മി ഓളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എപ്പോ എന്ത് കുറ്റം ചെയ്താലും മമ്മി ഓടി വന്ന് ന്യായീകരണങ്ങളൊന്നും ചോദിക്കാതെ എനിക്കൊരു ഠേന്നൊരു പൊട്ടിക്കലല്ലേ. അതുപോലെ മമ്മി എന്താ അവളെ തല്ലാത്തത്? പപ്പ വിളിക്കട്ടെ, ഇതൊക്കെ ഞാൻ പപ്പയോട് പറഞ്ഞു കൊടുക്കാട്ടോ. കേട്ടോ അവൾ പറഞ്ഞത് കേട്ടോ? നീ കേട്ടോ അവൾ പറഞ്ഞത്? നീയൊക്കെ തമ്മിൽ തല്ലി ചായണ്ടാന്ന് വെച്ചിട്ട് ഓടിക്കളിച്ച് വന്നത് ഞാൻ ഇതും കേൾക്കണം, ഇതിന്റെ അപ്പുറം കേൾക്കണം. സന്തോഷായില്ലേ? സമാധാനായില്ലേ? അതിട്ടൊന്ന് പൊടിച്ചപ്പോ നിനക്ക് വയറ് നിറഞ്ഞില്ലേ? ഇനി പോയി കിടന്നുറങ്ങാൻ നോക്ക്. മമ്മി, അപ്പൊ ദോശയോ? ഒരു ദോശയില്ല, ചട്ടിനില്ല, വേഗം പോയി രണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. നീയൊക്കെ ഒരു ദിവസം പട്ടിണി കിടന്നാലേ പഠിക്കത്തുള്ളൂ. അയ്യോ പാവം ചേച്ചി, ചേച്ചിയുടെ ദോശ പോയി. ഓവർ വിളിക്കണ്ട, നിന്നോട് കൂടിയാ പറഞ്ഞത്, ദോശയില്ല. രണ്ടുപേരും കൂടെ പോയി കിടന്നുറങ്ങിക്കോ. മമ്മി, ഇപ്പൊ എന്തായി? ഇതെന്താ കുട്ടികളെ ഇവിടെ കഥ? ഒന്ന് കൈമെന്ന് വിടണ്ട ബെല്ലിമ്മ. ഞാനെന്താ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, എപ്പ നോക്കിയാലും എന്റെ കൈ ഇങ്ങനെ പിടിച്ച് നടക്കാൻ. എന്തിനാ കുട്ടികളെ നിങ്ങളിപ്പോ ചിരിക്കണത്? അതിന് മാത്രം ചിരിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഒരു വലിയ തമാശ. എന്താ നിങ്ങളെ പരിപാടി? ഇതെന്താ നിങ്ങൾ ചെടി നടുകയാണോ? ഈ വേനൽക്കാലത്ത് ആരെങ്കിലും ചെടി നടുമോ? പാത്തുമ്മ, ആരിത് സുമയോ?
അന്നെ കുറെ ആയില്ലേ കണ്ടിട്ട്. അപ്പൊ ഞമ്മക്കൊരു പൂതി അന്നെ കാണണമെന്ന് തന്നെ. അങ്ങനെ എന്നെ കാണാൻ ഇറങ്ങിയതാ നമ്മൾ ഇങ്ങോട്ടേക്ക്. ആണോ പാത്തുമ്മ? എങ്കിൽ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അതൊന്നും പോണ്ടിവളെ, നമുക്ക് ഇവിടെ തന്നെ നിന്ന് സംസാരിക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷോ? നിങ്ങളെ കുറെ ദിവസമായില്ലേ കണ്ടിട്ട്. നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങാറില്ലല്ലോ. ഇജെന്ത് ഇവിടെ പറയുന്നത്? നോമ്പിന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാനോ? ഓ, അഞ്ചാതി ചൂടല്ലേ പുറത്തൊക്കെ. മനസ്സരങ്ങ് കരിഞ്ഞു പോകുന്ന ചൂടാണ്. ചൂടായത് കൊണ്ടേ നമ്മളേടെ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇറങ്ങും ആലക്ക് ഇറങ്ങിയിട്ട് പശുവിനെ ബെൽച്ചെട്ടി അങ്ങനെ തന്നെ പോയി ഫാനിന്റെ ചോട്ടിക്കെടുക്കും. അതായിപ്പൊ നമ്മളെ പരിപാടി. നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കില്ലേ? അതാ ഞങ്ങളൊന്നും അങ്ങോട്ടേക്ക് വരാത്തത്. ഓ, ഞമ്മക്കെന്ത് തിരക്ക്. ഇപ്പൊ എണ്ണയെ പൊരിച്ചതും കഴിച്ചതൊന്നും നമ്മൾ ആക്കാറില്ല. കൊറേ വെള്ളം മോളെ വേണ്ടത് കുടിക്കാനേ. ദാഹിച്ച് ഒരു വകയാകും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അതൊക്കെ പോട്ടെ, ഈ പിള്ളേരെന്താ ഇവിടെ പരിപാടി? അതോ, നല്ല വെയിലല്ലേ പാത്തുമ്മ? അപ്പൊ നമ്മളെ പോലെ തന്നെ ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ദാഹിക്കുകയൊക്കെ ചെയ്യില്ലേ? അവരെ പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിറയ്ക്കുകയാണ് വെള്ളം. നിങ്ങൾ കാണുന്നില്ലേ, മരത്തിലൊന്ന് കെട്ടിത്തൂക്കിയതാണ് അവരത്. അപ്പൊ അതിൽ വന്ന് പക്ഷികൾ വെള്ളം കുടിച്ചോളൂ. ശരിയാ, ഈ കുട്ടികൾ ചെയ്യണ നല്ലൊരു കാര്യമാണല്ലോ. മിണ്ടാപ്രാണികൾക്കും വേണ്ടേ ദാഹജലം? ആദിത്യങ്ങൾ ഇതെവിടെ പോയി കുടിക്കാനാ? നമ്മൾ മനസ്സെങ്ങനെങ്കിലും ചെയ്താലേ ആദിത്യങ്ങൾക്കൊക്കെ ദാഹജലം കിട്ടും. ആയിട്ടാത്തൊന്നും ഒരൊറ്റ പഠിപ്പ് ഈ ചെയ്താൻ അറിയില്ല. നമ്മളിങ്ങനെ കുറ്റം പറയുന്നത്? നമ്മളെന്താ കുറ്റം പറയാണോ? ഉള്ള കാര്യം പറയുന്നല്ലേ. അന്നൊക്കെ തിന്ന് മുടിക്കാനല്ലാണ്ട് വേറെന്തിനു കൊള്ളാ? സാരില്ല പാത്തുമ്മ, അവൻ കുട്ടിയല്ലേ. ഇജെന്തോളെ പറയുന്നത്? കുട്ടിയായിട്ടല്ലേ വലുതാവണത്. ഇതുപോലത്തെ മനസ്സത്തുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ ചെയ്ത് ശീലിക്കണം. ഈ വെല്ലിമാനെ കൊണ്ട് വലിയ ശല്യായല്ലോ. ഇങ്ങനെയൊക്കെ വരണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും ഉള്ള കാര്യം പറയുമ്പോ എനക്ക് വെറുപ്പ് പിടിച്ചോ? ഉസ്മാനെ, പക്ഷികൾക്ക് കുടിക്കാൻ നീയും അവരുടെ കൂടെ വെള്ളം വെച്ചോ? ശരി സുമാൻഡി. വാ പാത്തുമ്മ, വന്ന കാലം നിൽക്കാതെ നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ഇജെന്തിനാടി നമ്മൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അനക്ക് നമുക്ക് വല്ല ചായ തരേണ്ട പരിപാടിയുമുണ്ടോ? നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ തരും ചായ. ഇജ്ജ് തിരക്കേടില്ലല്ലോ. നമ്മുടെ നോമ്പ് പോക്കാനുള്ള പരിപാടിയാണല്ലേ? ഞാനൊരു തമാശ പറഞ്ഞതാണേ. നടക്കുന്ന അങ്ങട് കുറച്ചേരം അകത്തിരിക്കാം. അല്ല പാത്തുമ്മ, സൈന ഇല്ലേ അവിടെ? ഉണ്ടോന്നോ? ഓൾ അവിടെ തന്നെ ഉണ്ട്. ഓക്ക് പിടിപ്പത് പണിയല്ലേ. ഓളോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. അത് പിന്നെ പറയാനുണ്ടോ? അങ്ങ് കയറാൻ നേരല്ലാണ്ട് ചോദിക്കും. ഓളുടെ ചങ്ങാഴ്ചിന്റെ അടുത്തല്ലേ നമ്മൾ വന്നത്. എന്റെ വിശേഷം ചോദിച്ചിട്ടേ അവള് വേറൊരു പണിക്ക് നിൽക്കൂ. നമ്മൾ വന്ന കാര്യം പറയാൻ മറന്നു. നമ്മൾ എന്തിനാ വന്നതെന്ന് അറിയോ എനക്ക്? ഇല്ല. നമ്മളെ നിങ്ങളെയൊക്കെ നോമ്പ് തുറക്കാൻ ക്ഷണിക്കാൻ വന്നതാണ്. നോമ്പ് തുറക്കോ? അതെ, നമ്മളെ വീട്ടിൽ ചെറുതായിട്ടൊരു നോമ്പ് തുറ കഴിക്കുന്നുണ്ട്. വേറെ ആരും ഇല്ലേ പുറത്തുനിന്ന്? ഇജ്ജും കമലയും പിന്നെ 1-2 പുറത്തുള്ള ആൾക്കാരും, അത്രേ ഉള്ളൂ. ഒരു ചെറിയ നോമ്പ് തുറ. അപ്പൊ ഇജ്ജും കുട്ടികളും എന്തായാലും വരണം. ഓ ശരി പാത്തുമ്മ. എന്നാ നമ്മൾ ഇറങ്ങട്ടെ. നമുക്കൊന്ന് കമലയുടെ വീട്ടിലും പോണേ. ഓളെ ക്ഷണിക്കാനുള്ളതാണ്. അയ്യോ, അപ്പൊ നിങ്ങൾ അകത്തോട്ടേക്ക് കയറുന്നില്ലേ? ഇല്ല മോളെ, നമ്മൾ പിന്നെ വരാകത്തൊക്കെ കയറാൻ. ഇപ്പൊ നമ്മൾ ഓളെ വീട്ടിലേക്ക് പോയി ഓളെ ക്ഷണിച്ച് നേരെ അങ്ങ് പുരയിലേക്ക് പോവുക. എടാ ഉസ്മാനെ, ഇജ്ജ് നമ്മളെ കൂടെ വരുന്നില്ലേ? ഇല്ല വല്യമ്മ, നിങ്ങൾ പോയിക്കോളി, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. വേണ്ട, നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കുരുത്തക്കടൊപ്പിക്കും. ഓ ഇല്ല വല്യമ്മ, നമ്മളൊരു കുരുത്തക്കടൊപ്പിക്കില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് വന്നോളാന്ന് പറഞ്ഞില്ലേ? അനക്ക് നോമ്പുള്ളതാണ്, അത് മറക്കണ്ട. സാരല്ല പാത്തുമ്മ, അവൻ ഇവിടെ നിന്നോട്ടെ. ഓനോട് നോമ്പുള്ള കാര്യം അങ്ങ് മറന്നുപോവേ, അതാണ്. അത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി, എന്നാ നമ്മൾ പോയിട്ട് വരാം. എന്നാ നമ്മൾ ഇറങ്ങട്ടെ. നമുക്കൊന്ന് കമലയുടെ വീട്ടിലും പോണേ. ഓളെ ക്ഷണിക്കാനുള്ളതാണ്. അയ്യോ, അപ്പൊ നിങ്ങൾ അകത്തോട്ടേക്ക് കയറുന്നില്ലേ? ഇല്ല മോളെ, നമ്മൾ പിന്നെ വരാകത്തൊക്കെ കയറാൻ. ഇപ്പൊ നമ്മൾ ഓളെ വീട്ടിലേക്ക് പോയി ഓളെ ക്ഷണിച്ച് നേരെ അങ്ങ് പുരയിലേക്ക് പോവുക. എടാ ഉസ്മാനെ, ഇജ്ജ് നമ്മളെ കൂടെ വരുന്നില്ലേ? ഇല്ല വല്യമ്മ, നിങ്ങൾ പോയിക്കോളി, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. വേണ്ട, നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കുരുത്തക്കടൊപ്പിക്കും. ഓ ഇല്ല വല്യമ്മ, നമ്മളൊരു കുരുത്തക്കടൊപ്പിക്കില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് വന്നോളാന്ന് പറഞ്ഞില്ലേ? അനക്ക് നോമ്പുള്ളതാണ്, അത് മറക്കണ്ട. സാരല്ല പാത്തുമ്മ, അവൻ ഇവിടെ നിന്നോട്ടെ. ഓനോട് നോമ്പുള്ള കാര്യം അങ്ങ് മറന്നുപോവേ, അതാണ്. അത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി, എന്നാ നമ്മൾ പോയിട്ട് വരാം.
മക്കളെ, കൂടുതൽ സമയം നിങ്ങൾ വെയിലത്ത് നിന്ന് കളിക്കണ്ട. വേഗം അതിങ്ങൾക്ക് ഇത്തിരി വെള്ളം വെച്ച് കൊടുത്തിട്ട് അകത്തേക്ക് കയറിക്കോ. ശരി അമ്മ. ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് നിങ്ങൾ ഈ പരിപാടിക്കെല്ലാം ഇറങ്ങിയതല്ലേ? എടാ ഉസു, അതല്ല, നിനക്ക് നോമ്പല്ലേ, അപ്പൊ നീ ഇങ്ങോട്ടൊന്നും വരില്ല എന്ന് വിചാരിച്ചു ഞങ്ങൾ. അതുകൊണ്ടാണ് നിന്നെ വിളിക്കാതിരുന്നത്. ഞമ്മക്കെല്ലാം മനസ്സിലായി. സാരില്ലടാ, നീ അത് വിട്ടുകളാ. വാ, നമുക്ക് ഇതിങ്ങൾക്ക് വെള്ളം കൊടുക്കാം. ഇപ്രാവശ്യത്തേക്ക് നമ്മൾ ക്ഷമിച്ച്. എടി പിങ്കി മോളെ, നീ ആ ഗ്ലാസ്സിലത്തെ വെള്ളം ഇതിലേക്ക് ഒഴിക്കേ. ശരി കുഞ്ഞാവേ. വാ, ഇനി നമുക്കത് അവിടെ തൂക്കാം. ഞാൻ മരത്തേൽ കയറാം, നിങ്ങളിത് പൊന്തിച്ച് തന്നാ മതി. വേണ്ടിവിളെ, ഞമ്മളെ മരത്തേൽ കയറിക്കോളാം. ഞമ്മളിവിടെ ഉള്ളവർ നിങ്ങളെ മരത്തേൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. ഇനി താ അത്. എടാ ഉസു, എന്നാ നീ സൂക്ഷിച്ച് കയറണേ. ഇല്ല, കയറണില്ല. ആദ്യം നീ നിന്റെ ഉസുവിളി നിർത്ത്, എന്നിട്ട് വേണമെങ്കിൽ ആലോചിക്കാം നമുക്ക് മരത്തെ കയറണോ കയറണ്ടേ എന്ന്. ഓളുടെ ഒരു ഉസുവിളി. ഇതിലുള്ള വെള്ളം തന്റെ മോതൊക്കെ നമ്മൾ ഒഴിക്കൂട്ടോ. സോറി ഉസ്മാനെ, നീ ഇങ്ങനെ ചൂടാവാതെ. അങ്ങനെ മര്യാദക്ക് വൈക്കുവാ. നമ്മൾ ഇതിന്റെ പോലെ കയറാൻ നിങ്ങളിത് പൊന്തിച്ച് തന്നാ മതി. ഇനി ഇങ്ങോട്ട് പൊന്തിച്ചതാ. നീ ഇങ്ങോട്ട് മാറി നിൽക്ക് കുഞ്ഞാവേ, ഞാൻ പൊന്തിച്ചു കൊടുക്കാം. ദാടാ ഉസ്മാനെ, പിടിച്ചോ. അങ്ങനെ തന്നെ. ഇനി ഇത് നമ്മൾ ഇതിവിടെ കൊളത്താം. ഡാഡി, ഇവിടെ മതിയോ? അതല്ലടാ, മറ്റേ ചില്ലയിൽ കൊളുത്ത്. അവിടെ ആവുമ്പോൾ നല്ല തണലുണ്ട്. ഓക്കെ, ദാ ഇവിടെ മതിയല്ലേ? മതി മതി. എടാ, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നീ മെല്ലെ ശ്രദ്ധിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കോ. എങ്ങനെയുണ്ട് ഞമ്മള് കൊളത്തിയത്? ഇതാ പറഞ്ഞത്, എല്ലാത്തിനും ഞമ്മള് വേണമെന്ന്. പിന്നെ പിന്നെ എന്നിട്ടാണല്ലോ ഞങ്ങൾ മറ്റേ പാത്രം അവിടെ കൊളത്തിയത്. അതും നീ കൊളത്തിയതിലും എകരത്തിലാ ഞങ്ങൾ കൊളത്തിയത്. നീ അത് കണ്ടില്ലേ? കുഞ്ഞാവേ, ഞമ്മക്ക് ഇവിടെ വർത്താനം തീരെ പിടിക്കണില്ല കേട്ടോ. നീ ഒന്ന് മിണ്ടാതിരി പിങ്കി മോളെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഞമ്മളുള്ള കാര്യമല്ലേ പറഞ്ഞത്. വേണമെങ്കിൽ നീ നോക്ക് ഞങ്ങൾ കൊളത്തിയത്. ഇല്ല, നമ്മൾ നോക്കുന്നില്ല, നമുക്ക് കാണണ്ടത്. ഒരു പിങ്കി മോളും മങ്കി മോളും വന്നിരിക്കുന്നു. അത് കൊളത്താൻ നീയാണോ മരത്തിൽ കയറിയത്? അത് പിന്നെ അല്ല. ഓഹോ, നിന്റെ പറച്ചിൽ കേട്ടിട്ട് ഞാൻ വിചാരിച്ചു നീയാണ് അത് അവിടെ കൊളത്തിയതെന്ന്. നീ അതേ ശൈനിക്കൊന്നും വേണ്ട, എനിക്കറിയാം അത് അവിടെ കൊളത്തുന്നത്. പിന്നെ നീ അത് അവിടെ വെക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അനങ്ങാതെ നിന്നു എന്ന് മാത്രം. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരുടെ തർക്കം? എപ്പം നോക്കിയാലും നിങ്ങൾക്ക് തല്ലുകൂടാനേ വഴിയുള്ളൂ. അത് അവനോട് പറ. എന്നോടല്ല പറയേണ്ടത്, അവളോട് പറ. എന്നോടെന്ത് പറയാനാ? നിന്നോട് തന്നെയാ പറയേണ്ടത്. നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും എപ്പോഴും ഞാനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. നിർത്തുന്നുണ്ടോ? ഇനി നിങ്ങൾ രണ്ടുപേരും ഒരു അക്ഷരം മിണ്ടിയെ കാണിച്ചു തരാം. അപ്പോഴേക്ക് രണ്ടുപേരും പിണങ്ങിയോ? നീ പിങ്കി മോളെ ഇങ്ങോട്ടേക്ക് വാ. എടാ ഉസ്മാനെ, നിനക്ക് നോമ്പല്ലേ, ഇങ്ങനെ പിണങ്ങാനൊക്കെ പാടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഇങ്ങോട്ടേക്ക് വാ. നമ്മള് വന്നു. എടി പിങ്കി മോളെ, നീയും ഇങ്ങോട്ടേക്ക് വാ. എന്തിനാ? അവനോട് ഇങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പാടില്ല, അവനൊരു നോമ്പുകാരനാണ്. സോറി. അതവന്റെ കൈ പിടിച്ച് പറഞ്ഞാൽ തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഞാൻ വന്ന് പിടിച്ചിട്ട് നീ മിണ്ടിയേനെ. വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ. വീണ്ടും തുടങ്ങാതെ. അതെ, രണ്ടുപേരും ഒരുമിച്ച് വാ. ഇനി രണ്ടുപേരും ഒപ്പരം സോറി പറഞ്ഞോ, എന്നാ പ്രശ്നമില്ലല്ലോ. സോറി. ഓക്കെ, അപ്പൊ പ്രശ്നം തീർന്നു. എടി പിങ്കി മോളെ, പ്രശ്നം തീർന്നിട്ടെന്താ നിന്റെ മുഖം ഇങ്ങനെ വെറുപ്പ് പിടിച്ചോണ്ട് സോറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എനിക്കൊരു കുഴപ്പവുമില്ല. ശരി, എങ്കിലും ഞമ്മള് പോന്നാ. നിങ്ങൾ എല്ലാരും നോക്കിയിട്ട് ഞമ്മളെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വരണം. എടി പിങ്കി മോളെ, അന്നെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കുന്നത്. അതെന്താടാ അവളെ മാത്രം പ്രത്യേകം ക്ഷണിക്കുന്നത്? അതെങ്ങനെയാ? അവള് ഞമ്മളെ മങ്കി മോളല്ലേ, അതുകൊണ്ടാ. ഒന്ന് പോടാ പുളുവടി ഉസ്മാനെ. എന്നാ ശരി, നമ്മൾ പോന്നാ. വല്യമ്മ കാത്തു നിൽക്കുന്നുണ്ടാകും. അപ്പൊ സെറ്റ്.
നമുക്ക് ഉസ്മാന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകണ്ടേ? യാ, ജോളി.